ഹായ് മക്കളെ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും വിങ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ നമ്മൾ ഓൾറെഡി രണ്ടാമത്തെ പാഠമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ രണ്ടാമത്തെ പാഠം എടുത്തതാണ്. അതൊരു ലൈവ് വെച്ചിട്ടായിരുന്നു എടുത്തതല്ലേ. രണ്ടാമത്തെ പാഠത്തിന്റെ ഏകദേശം ഒരു പകുതിയോളം നമ്മൾ എന്ത് ചെയ്തു, ലൈവ് വെച്ച് എടുത്തതാണ്. അപ്പൊ ചിലപ്പോൾ എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവണമെന്നില്ല. അപ്പൊ അത് കാണാത്തവർക്ക് വേണ്ടി എന്ത് ചെയ്തേക്കാം, ആ ലൈവിന്റെ ആ ഭാഗം ലൈവിൽ എടുത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് ആ ലൈവിന്റെ ലിങ്ക് എന്ത് ചെയ്തേക്കാം, നമ്മുടെ ഈ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പൊ നിങ്ങൾ ആ പിൻ ചെയ്ത ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, ആദ്യത്തെ പാർട്ട്, ഈ പാഠത്തിന്റെ ആദ്യത്തെ പാർട്ട് നിങ്ങൾക്ക് കാണാനും മനസ്സിലാക്കാനും പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ചാണ്, അല്ലെങ്കിൽ നമ്മുടെ പാഠത്തിന്റെ പേര് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്നാണെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കുക. അപ്പൊ എന്താണ് ഈ പാഠം? ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ട പാഠമാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ, ഫ്രഞ്ച് റവല്യൂഷന്റെ മുദ്രാവാക്യം, സ്ലോഗൻ ആയിരുന്നു എന്ത്? ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതൊക്കെ നമ്മൾ ലൈവിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതാണ്. ഒരുപാട് കാര്യങ്ങൾ ലൈവിൽ എടുത്തപ്പോ ഒരുപാട് പോർഷൻസ് ഒക്കെ കവർ ചെയ്തതാണ്. എന്തായിരുന്നു, എങ്ങനെയായിരുന്നു സംഭവങ്ങളെന്നും എന്തൊക്കെയായിരുന്നു എത്തിയെന്നും നമ്മൾ തിങ്കേഴ്സ് ആരൊക്കെയാണെന്നവരെ പറഞ്ഞ് അവസാനിപ്പിച്ചു അല്ലെ. എങ്ങനെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിലെ ജനങ്ങൾ, ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് എത്താനായിട്ട് ജനങ്ങളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. അതിന് ജനങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത വ്യക്തികൾ ആരൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലെ. വോൾട്ടേർ ഉണ്ടായിരുന്നു, റൂസോ ഉണ്ടായിരുന്നു, മോണ്ടസ്ക്യൂ ഉണ്ടായിരുന്നു. അതുകൂടാണ്ട് പിന്നെ ഉപദേശകർ വന്നു, നെക്കർ വന്നു, അതുപോലെ തന്നെ ആരാണ്, ടർഗോട്ട് വന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോ അത്രയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, അത് കണ്ടിട്ട് വേണം നിങ്ങൾ ഇത് കാണാൻ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി ലൈവ് വെച്ച് ഡിസ്കസ് ചെയ്തതാണ്. ആ ലൈവിന്റെ ലിങ്ക് ഇട്ട് തരാം, നിങ്ങൾ ആ വീഡിയോ കയറി കാണണം. അത് കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം ഇത് കാണാൻ. അല്ലാതെ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാപ്റ്ററിന്റെ തുടക്കം കിട്ടാത്തതുകൊണ്ടൊരു സ്ട്രഗിൾ, ബുദ്ധിമുട്ടുണ്ടാകും. അതില്ലാതിരിക്കാനാണ് പറയുന്നത്. ഓക്കെ, ഏകദേശം നമ്മള് ഇവിടം വരെയും എടുത്ത് തീർത്തതാണ്. ഓക്കെ, നെക്കറിനെ പറ്റിയും ടർഗോട്ടിനെ പറ്റിയൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. ഓക്കെ, ഇനി നമുക്ക് എടുക്കാനുള്ളത് എസ്റ്റേറ്റ് ജനറൽ മീറ്റ്. അതാ എസ്റ്റേറ്റ് ജനറൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് ഞാൻ പറഞ്ഞിരുന്നു, പാഠത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, കുറെ നാളുകളായി ഫ്രാൻസിലെ ഭരണാധികാരികൾ എന്ത് വിളിച്ചു ചേർത്തിട്ടില്ല, ഫ്രാൻസിൽ പാർലമെന്റ് വിളിച്ചു ചേർത്തിട്ടില്ല എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോ അങ്ങനെ ഇരിക്കെ ഏകദേശം ഫ്രാൻസിൽ സാമ്പത്തിക പ്രതിസന്ധി, എക്കണോമിക് ക്രൈസിസ് രൂക്ഷമായപ്പോ എന്ത് ചെയ്യാൻ പറ്റാതെയായി, ഫ്രാൻസിന് മുന്നോട്ടേക്ക് പോകാൻ പറ്റാതെയായി. അപ്പോ ഒട്ടും മുന്നോട്ടേക്ക് പോകാൻ പറ്റാതെയായപ്പോ രാജാവ് എന്തിനു നിർബന്ധിതനായി, പുതിയ നികുതികൾ ചുമത്താൻ നിർബന്ധിതനായി. എങ്ങനെയെങ്കിലും പുതിയ നികുതികൾ കൊണ്ടുവരണം. ആ നികുതി കൊണ്ടുവന്ന് കുറച്ച് പൈസ സർക്കാരിലേക്ക് വന്നാൽ മാത്രമേ സർക്കാരിന് മുന്നോട്ടേക്ക് പോകാൻ പറ്റൂ, രാജാവിന് രാജ്യം ഭരിക്കാൻ പറ്റൂ എന്നുള്ളൊരു കണ്ടീഷനിലായി. അത്രയും വലിയ സാമ്പത്തിക പ്രതിസന്ധി ഫ്രാൻസിനെ പിടികൂടി. അപ്പോ ലൂയിസ് 16 രാജ്യം ഭരിക്കുന്നത്. അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ, അദ്ദേഹത്തിനെ അസിസ്റ്റ് ചെയ്യാൻ, അദ്ദേഹത്തിന് വേണ്ട സാമ്പത്തിക കാര്യങ്ങളിൽ ഉപദേശം കൊടുക്കാൻ അദ്ദേഹത്തിന് ആരുണ്ടായിരുന്നു? നെക്കർ എന്ന് പറയുന്ന ഉപദേശകരുണ്ടായിരുന്നു. നമുക്കറിയാം, ടർഗോട്ട് ഉണ്ടായിരുന്നു. ടർഗോട്ടിനെ പിരിച്ചുവിട്ടു, നെക്കറിനെ കൊണ്ടുവന്നു, നെക്കറിനെയും പിരിച്ചുവിട്ടു. പിന്നീട് നെക്കറിനെ റീ അപ്പോയിന്റ് ചെയ്ത കഥയൊക്കെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോ ആ നെക്കറിന്റെ ഉപദേശപ്രകാരം പുതിയ നികുതികൾ ചുമത്താനായി രാജാവ് എന്ത് വിളിച്ചു ചേർത്തു? ഫ്രഞ്ച് പാർലമെന്റ് വിളിച്ചു ചേർത്തു. ഫ്രഞ്ച് പാർലമെന്റിയാണ് മക്കളെ എന്ത് വിളിക്കുന്നത്? എസ്റ്റേറ്റ് ജനറൽ എന്ന് വിളിക്കുന്നത്. എസ്റ്റേറ്റ് ജനറൽ എന്ന് വിളിക്കുന്നത് ഫ്രഞ്ച് പാർലമെന്റിന്. നമ്മുടെ പാർലമെന്റിനെ ലോക്സഭ, രാജ്യസഭ എന്ന് വിളിക്കുന്നത് പോലെ, നമ്മുടെ സംസ്ഥാന നിയമസഭകളുള്ളതുപോലെ ഫ്രാൻസിൽ ജനപ്രതിനിധി സഭയുണ്ടായിരുന്നു. ജനങ്ങളുടെ റെപ്രസെന്റേറ്റീവ്സ് അസംബ്ലി കൂടുന്ന ഒരു സഭയുണ്ടായിരുന്നു. അതിനെയാണ് പാർലമെന്റ് എന്ന് വിളിക്കുന്നത്. ആ പാർലമെന്റിനെ അവർ വിളിച്ച പേരെന്തായിരുന്നു? എസ്റ്റേറ്റ് ജനറൽ എന്നായിരുന്നു. എന്തായിരുന്നു അവർ വിളിച്ചത്? എസ്റ്റേറ്റ് ജനറൽ എന്നായിരുന്നു. ആ എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടി. അപ്പൊ മക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ എസ്റ്റേറ്റ് ജനറലും 3 എസ്റ്റേറ്റുകളായിരുന്നു, 3 വിഭാഗങ്ങളായിരുന്നു. ഈ എസ്റ്റേറ്റ് ജനറലുകളെയും 3 വിഭാഗങ്ങളായി വിഭജിച്ചു. നമ്മുടെ സമൂഹം ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, മൂന്നാമത്തെ എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ് എന്ന് വിഭജിക്കപ്പെട്ടതുപോലെ, ഡിവൈഡ് ചെയ്തതുപോലെ എസ്റ്റേറ്റ് ജനറലിനെയും എത്രയായി വിഭജിച്ചു? 3 ആയിട്ട് വിഭജിച്ചു. ഒന്നാമത്തെ എസ്റ്റേറ്റ് പുരോഹിതന്മാർ, ഒന്നാമത്തെ എസ്റ്റേറ്റുകാരാണ്, ഫസ്റ്റ് എസ്റ്റേറ്റുകാരാണ്. അപ്പൊ അവരുടെ റെപ്രസെന്റേറ്റീവ്സ്, അവരുടെ പ്രതിനിധികൾ ഏത് സ്റ്റേറ്റിൽ വന്നു? ഒന്നാമത്തെ സ്റ്റേറ്റിൽ വന്നു. രണ്ടാമത്തെ പ്രഭുക്കന്മാരുടെ സ്റ്റേറ്റ് ആണ്, അവരുടെ പ്രതിനിധികൾ ഏത് സ്റ്റേറ്റിൽ വന്നു? രണ്ടാമത്തെ സ്റ്റേറ്റിൽ വന്നു. സാധാരണക്കാരുടെ പ്രതിനിധികൾ ഏത് സ്റ്റേറ്റിൽ വന്നു? മൂന്നാമത്തെ സ്റ്റേറ്റിലും വന്നു. ഓക്കെ, ഇനി അതിന്റെ പ്രത്യേകത, ഈ 3 എസ്റ്റേറ്റുകളും യോഗം ചേരുന്നത് വെവ്വേറെയാണ്. അതാ സെപ്പറേറ്റ് ആണ്, ഒന്നിച്ച് യോഗം ചേരല്ല. ആദ്യം ഫസ്റ്റ് എസ്റ്റേറ്റ് ആരെ വിളിക്കാം? അവരോട് കാര്യങ്ങൾ പറഞ്ഞ് അവരെ പിരിച്ചുവിടാം. പിന്നീട് രണ്ടാമത്തെ സ്റ്റേറ്റ് ആരെ വിളിക്കുക? അവരോട് ഡിസ്കസ് ചെയ്ത് അവരെ പിരിച്ചുവിടാം. അവസാനം മൂന്നാമത്തെ സ്റ്റേറ്റ് ആരെ വിളിക്കുക? അവരോട് ഡിസ്കസ് ചെയ്ത് അവരെയും പിരിച്ചുവിടാം. ഇങ്ങനെ 3 സ്റ്റേറ്റുകളും വെവ്വേറെ സമ്മേളനം കൂടിയിട്ടാണ് കാര്യങ്ങളൊക്കെ ഇവിടെ തീരുമാനിച്ചത്, ഫ്രാൻസിൽ തീരുമാനിച്ചത്. അപ്പോ നമ്മുടെ മൂന്നാമത്തെ സ്റ്റേറ്റിലെ ജനങ്ങൾ പറഞ്ഞു, ഇതൊന്നും ഇനി ഇവിടെ നടപ്പില്ല, ഇനി ജനങ്ങളെല്ലാം സെപ്പറേറ്റ് വിളിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊന്നും തീരുമാനിക്കേണ്ട, എല്ലാവരെയും ഒന്നിച്ച് വിളിച്ച് കാര്യങ്ങൾ തീരുമാനിക്കണം എന്നൊക്കെ തേർഡ് എസ്റ്റേറ്റുകാർ ആവശ്യപ്പെടാനായിട്ട് തുടങ്ങി.
ഓക്കെ. ഇനി എസ്റ്റേറ്റ് ജനറലിന്റെ ഘടന സ്ട്രക്ചർ നമ്മൾ എന്തായാലും നോക്കി വെക്കണം. ഇത് സ്ട്രക്ചർ നമ്മൾ നോക്കി വെക്കണം. എസ്റ്റേറ്റ് ജനറൽ സാധാരണ ഒരു 4 മാർക്കിനുള്ള ചോദ്യമായിട്ട് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ സ്ട്രക്ചർ കൂടി ഉൾപ്പെടുത്താം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് തന്നിട്ടില്ല. അതൊരു പാരഗ്രാഫിൽ അതിന്റെ സ്ട്രക്ചറിനെ പറ്റി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു സെപ്പറേറ്റ് ഹെഡിങ് ആയിട്ട് തന്നത്. നിങ്ങൾ സ്കൂളിൽ എഴുതുമ്പോൾ ഇതേപോലെ എഴുതി കഴിഞ്ഞാൽ ടീച്ചർമാർ കുറച്ചും കൂടി മാർക്ക് കൂടുതൽ തരും. കാരണം അത് സെപ്പറേറ്റ് ഹെഡിങ് ഒക്കെ കൊടുത്ത് എഴുതിയോണ്ട് ടീച്ചർമാർ കുറച്ചും കൂടി മാർക്ക് തരാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഹെഡിങ് എഴുതാതെ തന്നെ എഴുതിയാലും മാർക്കൊക്കെ കിട്ടും, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ എന്തായാലും എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിച്ചു തന്നെ എഴുതണം. അപ്പൊ ഇതെന്താണ്, ഇതിന്റെ സ്ട്രക്ചറിനെ പറ്റി, ഘടനയെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പോ നമുക്കറിയാം ഫസ്റ്റ് എസ്റ്റേറ്റ് എന്ന ക്ലർജീസ് ആയിരുന്നു. പുരോഹിതന്മാരാകെ ചെറിയൊരു അംശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. ഫ്രാൻസിൽ കൂടുതലും സാധാരണക്കാരായിരുന്നു എന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചതാണ്. അപ്പോ ഏറ്റവും കുറവ് ആളുകൾ ആരായിരുന്നു? പുരോഹിതന്മാരായിരുന്നു, പള്ളിയിലച്ചന്മാരായിരുന്നു. അപ്പോ അവർക്കുണ്ടായിരുന്ന അംഗസംഖ്യ എത്രയാടാ? അവർക്കുണ്ടായിരുന്ന അംഗസംഖ്യ 285 പേരാണ്. എത്ര പേരുണ്ടായിരുന്നു? 285 പേര്. ഫ്രഞ്ച് പോപ്പുലേഷന്റെ വളരെ ചുരുങ്ങിയ അംശം മാത്രമേ ആരുണ്ടായിരുന്നുള്ളൂ? പുരോഹിതന്മാരുണ്ടായിരുന്നുള്ളൂ. ആ പുരോഹിതന്മാർക്ക് എത്ര റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടായി? എത്ര പ്രതിനിധികൾ ഉണ്ടായി? 285 പേരുണ്ടായി. 285 പേരുടെ റെപ്രസെന്റേറ്റീവ്സ് ആണ്, അല്ലെങ്കിൽ 285 റെപ്രസെന്റേറ്റീവ്സ് ആണ് ആർക്കുണ്ടായത്? ഫസ്റ്റ് എസ്റ്റേറ്റിലെ ക്ലർജീസ് അഥവാ പുരോഹിതന്മാർക്കുണ്ടായത്. രണ്ടാമത്തെ എസ്റ്റേറ്റ് നോബിൾസ് ആണ്, പ്രഭുക്കന്മാരാണ്. ഈ പ്രഭുക്കന്മാർ മക്കളെ 1,40,000 പേരായിരുന്നു ഫ്രഞ്ച് പോപ്പുലേഷൻ ഉണ്ടായത്. അതിന് ഇംഗ്ലീഷിൽ നമുക്ക് ശരിക്കും പറയുന്നുണ്ട് 140,000. അതിനെ മലയാളത്തിൽ പറയുമ്പോൾ ശരിക്കും എന്താണ്? 1,40,000 അല്ലെ. 1,40,000 അംഗസംഖ്യയായിരുന്നു ഫ്രഞ്ച് പോപ്പുലേഷന്റെ മൊത്തം നോബിൾസ് അല്ലെ. അപ്പൊ ഫ്രാൻസിൽ മൊത്തം പ്രഭുക്കന്മാരുടെ എണ്ണം എടുത്താൽ 1,40,000 പ്രഭുക്കന്മാരാണ് ഉണ്ടായത്. അവർക്ക് എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 308 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇവരെ റെപ്രസെന്റേറ്റീവ്സ് എത്ര പേരായിരുന്നു മക്കളെ? 308 പേരായിരുന്നു. ഓക്കെ. ഇനി മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നതാണ്, മഹാഭൂരിപക്ഷം ആളുകൾ വരുന്നത് മൂന്നാമത്തെ എസ്റ്റേറ്റിലാണ്. അതുകൊണ്ട് അവർക്ക് 621 ആളുകളുടെ അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ. അപ്പൊ അവർക്ക് 621 അംഗങ്ങളായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? നമ്മുടെ എസ്റ്റേറ്റ് ജനറൽ അതായത് ഫ്രഞ്ച് പാർലമെന്റിൽ പ്രാതിനിധ്യം ഉണ്ടായിരുന്നത്. ഓക്കെ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യത്തെ 2 എസ്റ്റേറ്റിന്റെ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന മക്കളെ ഇൻഹെറിറ്റൻസിലൂടെയാണ്, പാരമ്പര്യമായിട്ടാണ്. അച്ഛൻ മരിച്ചാൽ മക്കൾ എന്ന രീതിയിൽ പാരമ്പര്യമായിട്ട് സ്വത്തുക്കൾ അല്ലെങ്കിൽ ഇപ്പൊ കൈമാറ്റം, അധികാരം കൈമാറി വന്നവരാണ് ആദ്യത്തെ 2 എസ്റ്റേറ്റിലെ ജനങ്ങൾ. പക്ഷേ മൂന്നാമത്തെ എസ്റ്റേറ്റിലെ സാധാരണക്കാരായ കോമൺ പീപ്പിൾ ആയ മിഡിൽമാനായ കർഷകരും തൊഴിലാളികളും അടങ്ങുന്ന തേർഡ് എസ്റ്റേറ്റിലെ ജനങ്ങൾ എങ്ങനെയാ വന്നത്? ഇലക്ഷനിലൂടെ വിജയിച്ചു വന്നതാണ്. അവർ തെരഞ്ഞെടുപ്പ് നടത്തി, ആ തെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ചു വന്നവരാണ് ആര്? തേർഡ് എസ്റ്റേറ്റിലെ ജനങ്ങൾ. പക്ഷെ ബാക്കി 2 എസ്റ്റേറ്റിലോ അവരെങ്ങനെയല്ല. അവരെങ്ങനെയാ വന്നത്? അവർ പാരമ്പര്യമായി കിട്ടിയ അധികാരമാണ്. അപ്പോ അതും കൂടി നോക്കി വെക്കുക. ഇതൊക്കെ സ്ട്രക്ചറിന്റെ ഭാഗത്ത് നിങ്ങൾ എഴുതേണ്ടതാണ്. ഓക്കെ. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? 1 വോട്ട് ഫോർ 1 ഹൗസ്. ഈ 285 പേര് ഫസ്റ്റ് എസ്റ്റേറ്റും, സെക്കൻഡ് എസ്റ്റേറ്റിലെ 308 പേരും, തേർഡ് എസ്റ്റേറ്റിലെ 621 പേര് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവർക്കെല്ലാവർക്കും വോട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഇവർ വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് എസ്റ്റേറ്റിലെ 285 പേരോട് ഒരു ഡിസിഷൻ പറയും, അവരതിൽ ചർച്ച നടത്തി അവരെല്ലാരും കൂടി ഒരു ഗ്രൂപ്പായിട്ട് വോട്ട് ചെയ്യും, ഒരു വോട്ട്. സെക്കൻഡ് എസ്റ്റേറ്റിനോടും ഇതുപോലെ തന്നെ ഈ 308 പേരോടും ഡിസിഷൻ പറയും, അവരും ഈ കാര്യങ്ങളിൽ ചർച്ച നടത്തും, എന്നിട്ട് അവരെല്ലാരും ഗ്രൂപ്പായിട്ട് ഒരു വോട്ട് ചെയ്യും. തേർഡ് എസ്റ്റേറ്റിലെ ജനങ്ങളോടും ഇത് പറയും, അവരും ഗ്രൂപ്പായിട്ട് ഒരു വോട്ട് ചെയ്യും. അപ്പൊ ആകെ 3 വോട്ടുകളെ ഫ്രഞ്ച് പാർലമെന്റിൽ ഉണ്ടായിരുന്നുള്ളൂ. ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട്. അതല്ലാതെ ഇൻഡിവിജ്വൽ വോട്ടിംഗ് സിസ്റ്റം എവിടെ ഉണ്ടായിരുന്നില്ല? ഫ്രഞ്ച് പാർലമെന്റിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യത്തെ 2 എസ്റ്റേറ്റുകൾ എപ്പോഴും അതിനെ പിന്തുണച്ചവരാ. ഒരു എസ്റ്റേറ്റിന് ഒരു വോട്ട് മതി എന്ന് പറഞ്ഞവരാ. കാരണം ആദ്യത്തെ 2 എസ്റ്റേറ്റും എപ്പോഴും ഒപ്പം നിന്ന് വോട്ട് ചെയ്തുകൊണ്ട് സർക്കാരിനെ നിയന്ത്രിക്കും, തേർഡ് എസ്റ്റേറ്റിനെതിരെ വോട്ട് ചെയ്യും. പക്ഷെ തേർഡ് എസ്റ്റേറ്റുകാർ എപ്പോഴും പറഞ്ഞത് എന്താ? ഒരു എസ്റ്റേറ്റിന് ഒരു വോട്ട് എന്ന് പറയുന്ന സമ്പ്രദായം നടപ്പിലാക്കാൻ സാധിക്കില്ല. എല്ലാവർക്കും വോട്ട് ചെയ്യാൻ പറ്റണം, ഓരോ വ്യക്തിക്കും വോട്ട് ചെയ്യാൻ പറ്റണം എന്ന് അവർ ആവശ്യപ്പെട്ടു. കാരണം അവരുടെ അംഗസംഖ്യ കൂടുതലാണ്. മറ്റവർ 2 പേരും, ഫസ്റ്റ് എസ്റ്റേറ്റിലെ പുരോഹിതന്മാരും രണ്ടാമത്തെ എസ്റ്റേറ്റിലെ പ്രഭുക്കന്മാരും ചേർന്ന് നിന്നാൽ പോലും എന്താകില്ല? മൂന്നാമത്തെ എസ്റ്റേറ്റിലെ ജനങ്ങളുടെ അത്രയും ആകില്ല. അപ്പോൾ ആ ഒരു ധൈര്യം ഉള്ളത് കൊണ്ട് തന്നെ മൂന്നാമത്തെ എസ്റ്റേറ്റിലെ ജനങ്ങൾ പറഞ്ഞു, എല്ലാവർക്കും വോട്ട് ചെയ്യാൻ പറ്റണം, ഓരോ വ്യക്തിക്കും വോട്ട് ചെയ്യാൻ പറ്റണം. അതല്ലാതെ മൊത്തത്തിൽ ഗ്രൂപ്പ് വോട്ട് ചെയ്യുന്ന സമ്പ്രദായമായി മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല എന്ന് ആര് പറഞ്ഞു? ഫസ്റ്റ് എസ്റ്റേറ്റിലെയും സെക്കൻഡ് എസ്റ്റേറ്റിലെയും ജനങ്ങൾക്കെതിരായിക്കൊണ്ട് തേർഡ് എസ്റ്റേറ്റിലെ റെപ്രസെന്റേറ്റീവ്സ്, പ്രതിനിധികള് പറഞ്ഞു.
അത് മാത്രമാണ് മക്കളെ, മൂന്നാമത്തെ സ്റ്റേറ്റിലെ ജനങ്ങൾ പാർലമെന്റിൽ അവരുടെ ആവശ്യങ്ങൾ, ഡിമാൻഡുകളും അവരുടെ കഷ്ടപ്പാടുകളെല്ലാം ഉയർത്തിക്കൊണ്ട് വലിയ പ്രതിഷേധവും സംഘടിപ്പിച്ചു. ഈ പ്രതിഷേധങ്ങളെ നേരിടാനുള്ള യാതൊരു ഐഡിയയും ആർക്കുണ്ടായിരുന്നില്ല. അന്നത്തെ രാജാവായ ലൂയിസ് 16 ഉണ്ടായിരുന്നില്ല. കാരണം ലൂയിസ് 16 അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇതേവരെ എന്ത് വിളിച്ചു ചേർത്തിട്ടില്ല? ഫ്രഞ്ച് പാർലമെന്റ് വിളിച്ചു ചേർത്തിട്ടില്ല. അദ്ദേഹം പാർലമെന്റ് നടപടിക്രമങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ പാർലമെന്റ് യാതൊരു നടപടികളും അറിയാതിരുന്നത് കൊണ്ട് തന്നെ വലിയൊരു ബുദ്ധിമുട്ട് ആ ഒരു പാർലമെന്റ് വിളിച്ചു ചേർത്തപ്പോൾ ആർക്കുണ്ടായിരുന്നു? ലൂയിസ് 16 ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ ഫ്രഞ്ച് പാർലമെന്റിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. പ്രത്യേകിച്ച് അവരുടെ അംഗസംഖ്യയെ കുറിച്ച് കൃത്യമായി പഠിച്ചിരിക്കണം. വോട്ടിംഗ് സിസ്റ്റത്തെ പറ്റി പഠിച്ചിരിക്കണം. ആ വോട്ടിംഗ് സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്ത ഫസ്റ്റ് സ്റ്റേറ്റ്, ആദ്യത്തെ 2 സ്റ്റേറ്റുകൾ ആ വോട്ടിംഗ് സമ്പ്രദായത്തെ സപ്പോർട്ട് ചെയ്യാനുണ്ടായ, പിന്തുണയ്ക്കാനുണ്ടായ കാരണം എന്താണെന്ന് പഠിച്ചു വെക്കണം. ഇതെല്ലാം അറിഞ്ഞിട്ട് അതൊക്കെ എഴുതിയാൽ മാത്രമാണ് അവിടെ നിങ്ങൾക്ക് മാർക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, ഇനി മക്കളെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ടെന്നീസ് കോർട്ട് ഓത്ത്. നമ്മുടെ പാഠത്തിന്റെ തുടക്കത്തിൽ ഇൻട്രൊഡക്ഷൻ ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് പാഠത്തിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് വിശദമായിട്ട് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് പഠിക്കണം. കാരണം ഇത് കഴിഞ്ഞ തവണ സിലബസിൽ ഉണ്ടായിരുന്നതാണ് ഈ ടെന്നീസ് കോർട്ട് ഓത്തൊക്കെ. അപ്പോൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നാണ് മലയാളത്തിൽ പറയാം. ഈ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ അഥവാ ടെന്നീസ് കോർട്ട് ഓത്ത് അല്ലെങ്കിൽ ടെന്നീസ് കോർട്ട് അസംബ്ലി എന്നും പറയും. ഈ ടെന്നീസ് കോർട്ട് അസംബ്ലി ഒക്കെ 4 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ സിലബസിലും ഷുവർ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ഈ വർഷവും അതൊരു മാറ്റമില്ലാതെ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ 4 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ എന്ത് പഠിച്ചിരിക്കണം? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ അഥവാ ടെന്നീസ് കോർട്ട് ഓത്ത് പഠിച്ചിരിക്കണം. അപ്പോ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ മൂന്നാമത്തെ സ്റ്റേജിലെ സാധാരണക്കാരായ ജനങ്ങൾ എല്ലാവരും ഒന്നിച്ച് മീറ്റിംഗ് സമ്മേളിക്കണം. ഓൾ 3 എസ്റ്റേറ്റ് ടുഗദർ, എല്ലാവരും മീറ്റിംഗും ഒന്നിച്ച് വിളിച്ചു ചേർക്കണം എന്ന് ആവശ്യപ്പെട്ടു. നമുക്കറിയാം, ആദ്യത്തെ സ്റ്റേറ്റ് ഒരു സമ്മേളനം വിളിക്കും, രണ്ടാമത്തെ സ്റ്റേറ്റിന് വേറെ സമ്മേളനം വിളിക്കും, മൂന്നാമത്തെ സ്റ്റേറ്റിന് വേറെ സമ്മേളനം വിളിക്കും. അങ്ങനെ വേറെ വേറെ ഇനി സമ്മേളിക്കേണ്ട, എല്ലാവരും ഒന്നിച്ച് സമ്മേളിക്കണം എന്ന് ആവശ്യപ്പെട്ടു? മൂന്നാമത്തെ സ്റ്റേറ്റിലെ സാധാരണക്കാരായ ജനങ്ങൾ ആവശ്യപ്പെട്ടു. പക്ഷെ സ്വാഭാവികമായിട്ട് ആദ്യത്തെ 2 സ്റ്റേറ്റ് അംഗീകരിക്കോ? ഇല്ല, അവരെ വരെ എന്തിനും എതിർക്കാൻ നിൽക്കുകയാണ് അല്ലെ. അപ്പോ ആദ്യത്തെ 2 സ്റ്റേറ്റ് എന്ത് ചെയ്തു? അതിനെ എതിർത്തു. അങ്ങനെയൊന്നും പറ്റില്ല, അതൊന്നും സാധിക്കില്ല, അതിനൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് ആര് പറഞ്ഞു? ആദ്യത്തെ സ്റ്റേറ്റിലെ പുരോഹിതന്മാരും രണ്ടാമത്തെ സ്റ്റേറ്റിലെ പ്രഭുക്കന്മാരും നോബിൾസും ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ജൂൺ 17, 1789 മക്കളെ തേർഡ് സ്റ്റേറ്റിലെ ജനങ്ങൾ എന്ത് പറഞ്ഞു? അവരാണ് ഫ്രാൻസിലെ യഥാർത്ഥ ജനപ്രതിനിധി സഭ. അതുകൊണ്ട് അവർ ഫ്രാൻസിന്റെ ദേശീയ അസംബ്ലിയാണ്, നാഷണൽ അസംബ്ലി ആണെന്ന് അവർ പ്രഖ്യാപിച്ചു. 1789 ജൂൺ 17 അവരെന്ത് പറഞ്ഞു? അവരാണ് ജനങ്ങളുടെ യഥാർത്ഥ പ്രതിനിധികളെന്നോ അവർ ഫ്രാൻസിന്റെ ദേശീയ അസംബ്ലി, ഫ്രഞ്ച് നാഷണൽ അസംബ്ലി ആണെന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ മക്കളെ, ആദ്യത്തെ സ്റ്റേറ്റിൽ പുരോഹിതന്മാർ വോട്ടെടുപ്പിലൂടെ വന്നതാണ്, പാരമ്പര്യമായിട്ട് വന്നതാണ്. പ്രഭുക്കന്മാർ വോട്ടെടുപ്പിലൂടെ വന്നതാണ്, എല്ലാവരും പാരമ്പര്യമായിട്ട് വന്നതാണ്. വോട്ടെടുപ്പിലൂടെ വന്നവർ ആര് മാത്രമാണ്? മൂന്നാമത്തെ സ്റ്റേറ്റിലെ സാധാരണക്കാർ മാത്രമാണ്. അപ്പോ അതുകൊണ്ട് തന്നെ അവരാണ് യഥാർത്ഥ പ്രതിനിധികൾ, അവരെയാണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർക്കാണ് നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം എന്ന് ആര് സ്വയം പ്രഖ്യാപിച്ചു? മൂന്നാമത്തെ സ്റ്റേറ്റിലെ ജനങ്ങൾ സ്വയം പ്രഖ്യാപിച്ചു. എന്നിട്ട് അവരുടെ മൂന്നാമത്തെ സ്റ്റേറ്റിന്റെ മാത്രം സഭയെ അവർ എന്ത് പേരിട്ട് വിളിച്ചു? ഫ്രഞ്ച് നാഷണൽ അസംബ്ലി, ഫ്രഞ്ച് ദേശീയ അസംബ്ലി എന്നവർ സ്വന്തം പേരിട്ട് വിളിച്ചു. അങ്ങനെ ലൂയി 16 ഈ സമ്മേളനം വിളിച്ചു ചേർക്കുന്ന ഹാള് അടച്ചിടാൻ തീരുമാനിച്ചു. കാരണം അവർ സമ്മേളനം കൂടാൻ വന്നു. സമ്മേളനം കൂടാൻ വരുമ്പോൾ അവർ സമ്മേളിച്ചു കഴിഞ്ഞാൽ വലിയൊരു നഷ്ടമാണ് രാജാവിനും ആദ്യത്തെ 2 സ്റ്റേറ്റുകൾക്കും. അപ്പോ ലൂയി 16 എന്ത് ചെയ്തു? പട്ടാളക്കാരെ ഉപയോഗിച്ചുകൊണ്ട് ആ സഭ നടത്തുന്ന ഹാള് അടച്ചു പൂട്ടിയിട്ടു, പിടിച്ചെടുത്തു. അവിടെ ഈ തുറക്കാനൊന്നും സമ്മതിച്ചില്ല, പട്ടാളക്കാരെ വെച്ചു. അപ്പോ എന്ത് ചെയ്യണം എന്ന് അറിയാതിരിക്കുമ്പോൾ തേർഡ് സ്റ്റേറ്റിലെ ജനങ്ങൾ 3 നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ജീൻ സിൽവിയൻ ബെയ്ലി, അബ്ബേസിയസ്, മിറാബു പോലുള്ള നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ 1789 ജൂൺ 20 അടുത്തുള്ള ടെന്നീസ് കോർട്ടിലേക്ക് പോയി. ടെന്നീസ് കോർട്ട് എന്താണെന്ന് അറിയാലോ മക്കളെ? എന്താണ് ടെന്നീസ് കോർട്ട്? ടെന്നീസ് കളിക്കുന്ന സ്ഥലം അല്ലെ. അപ്പോ ഈ അബ്ബേസിയസ്, മിറാബു അതുപോലെ ജീൻ സിൽവിയൻ ബെയ്ലിയുടെ നേതൃത്വത്തിലൊക്കെ അവർ എങ്ങോട്ടേക്ക് പോയി? 1789 ജൂൺ 20 അടുത്തുള്ള ടെന്നീസ് കോർട്ടിലേക്ക് പോയി. എന്നിട്ട് അവർ പറഞ്ഞു, ഈ ടെന്നീസ് കോർട്ടിൽ നിന്ന് ഞങ്ങൾ പിരിഞ്ഞു പോകണമെങ്കിൽ അതിന് മുന്നായിട്ട് തന്നെ ഞങ്ങൾ എന്തുണ്ടാക്കും? ഫ്രാൻസിന് ഒരു ഭരണഘടന ഉണ്ടാക്കും. ഫ്രാൻസിന് ഒരു ഭരണഘടന ഉണ്ടാക്കിയിട്ട് മാത്രമേ അവർ ആ ടെന്നീസ് കോർട്ടിൽ നിന്ന് പിരിഞ്ഞു പോവുകയുള്ളൂ എന്ന് ആര് പ്രഖ്യാപിച്ചു? നമ്മുടെ മൂന്നാമത്തെ സ്റ്റേറ്റിലെ ജനങ്ങൾ പ്രഖ്യാപിച്ചു. ആ ഒരു പ്രഖ്യാപനത്തെയാണ് മക്കളെ ടെന്നീസ് കോർട്ട് ഓത്ത് അഥവാ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ അഥവാ ടെന്നീസ് കോർട്ട് അസംബ്ലി എന്ന് പറയുന്നത്. അപ്പോ അത് നോക്കി വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഡേറ്റ് നോക്കി വെക്കണം. അവർ ദേശീയ അസംബ്ലിയായിട്ട് പ്രഖ്യാപിച്ചത് 17 ജൂൺ 1789. അവർ ടെന്നീസ് കോർട്ടിൽ പോയി സമ്മേളിച്ചത് 20 ജൂൺ 1789. അതുപോലെ ഈ ടെന്നീസ് കോർട്ടിലേക്ക് പോകുന്നതിന് നേതൃത്വം കൊടുത്ത 3 നേതാക്കന്മാര് ജീൻ സിൽവിയൻ ബെയ്ലി, അബ്ബേസിയസ്, മിറാബു. ഈ നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് അവർ ടെന്നീസ് കോർട്ടിൽ പോവുകയും അവിടുന്ന് ഫ്രാൻസിന് ഒരു ഭരണഘടന ഉണ്ടാക്കിയ ശേഷമേ അവർ അവിടുന്ന് പിരിഞ്ഞു പോവുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഇത് ശരിക്കും നോക്കി വെക്കണം. നിങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഒരു കഥ പോലെ മനസ്സിലാക്കി വെച്ച് പഠിക്കാതെ, അല്ലാതെ ഫുള്ള് കാണാപാഠം പഠിക്കാൻ നിന്നാൽ വളരെ ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നും. ഓക്കെ,
അടുത്തത് മക്കളെ ഫാൾ ഓഫ് ബാസ്റ്റൈൽ. ഇത്ര സംഭവങ്ങൾ നടന്നിട്ട് പോലും എന്ത് തുടങ്ങിയിട്ടില്ല? ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയിട്ടില്ല. ഫ്രഞ്ച് വിപ്ലവത്തിന് തുടക്കമായിട്ട് കണക്കാക്കുന്ന മക്കളെ ഈ ബാസ്റ്റൈൽ പ്രിസന്റെ തകർച്ചയാണ്. ബാസ്റ്റൈൽ കോട്ട, ബാസ്റ്റൈൽ ജയിലിന്റെ തകർച്ചയാണ് മക്കളെ. അന്നത്തെ ബൂർബൻ രാജവംശത്തിന്റെ ഏകാധിപത്യ സ്വേച്ഛാധിപത്യ പ്രവണതകളുടെ ഭരണത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമായിരുന്നു എന്ത്? ഈ ബാസ്റ്റൈൽ കോട്ട, ബാസ്റ്റൈൽ പ്രിസൺ എന്ന് പറയുന്നത്, ഈ ബാസ്റ്റൈൽ ജയിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് രാജാക്കന്മാർക്കെതിരെ ശബ്ദിക്കുന്നവരെയും പ്രഭുക്കന്മാർക്കെതിരെ ശബ്ദിക്കുന്നവരെയും ഈ പറയുന്ന ഭരണവ്യവസ്ഥക്കെതിരെ ശബ്ദിക്കുന്നവരെയും എല്ലാം അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊടിയ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ സ്ഥലം ബാസ്റ്റൈൽ ജയിലായിരുന്നു. അപ്പോൾ ആ ജനങ്ങൾ ആ ബാസ്റ്റൈൽ പ്രിസൺ തകർത്ത കഥയാണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളത്? ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. അപ്പോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ രാജാവായ ലൂയിസ് 16 ആരെ പിരിച്ചുവിട്ടു? നെക്കറിനെ പിരിച്ചുവിട്ടു. ആദ്യം പിരിച്ചുവിട്ടു, പിന്നെ വീണ്ടും ജയിച്ചു, എന്നിട്ട് രണ്ടാമത് പിരിച്ചുവിട്ടു. ഓക്കെ, അപ്പോ നെക്കറിനെ പിരിച്ചുവിട്ടു. ഈ വാർത്ത ജനങ്ങൾക്കിടയിലേക്ക് എത്തി. കാരണം ജനങ്ങൾക്കറിയാം ഈ നെക്കർ എന്ന് പറയുന്ന വ്യക്തി എന്താണ്? ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞ വ്യക്തിയാണ്. ജനങ്ങളോടൊപ്പം നിന്ന് സാധാരണക്കാരെ എന്താണ് സാമ്പത്തികമായ പുരോഗതിയിൽ എത്തിച്ചുകൊണ്ട് ഫ്രാൻസിന്റെ സാമ്പത്തിക പുരോഗതി നേടിയെടുക്കുന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ച വ്യക്തിയാണ് ടർഗോട്ടും നെക്കറും. അപ്പൊ ടർഗോട്ടിനെ പിരിച്ചിട്ടപ്പോ തന്നെ ജനങ്ങൾ ഓൾറെഡി രാജാവിനെതിരായിരുന്നു. പിന്നെ നെക്കർ വന്നപ്പോ അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷേ നെക്കറെ പിരിച്ചുവിട്ടപ്പോ ജനങ്ങൾക്ക് അത് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ജനങ്ങൾക്ക് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റിയില്ല. ജനങ്ങൾ എന്ത് ചെയ്തു? വളരെ രോഷാകുലരായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് വളരെ കോപം കൊണ്ട് അവർ എന്ത് ചെയ്തു? ഫ്രാൻസിലെ ഗ്രാനറീസും ബേക്കറീസും ധാന്യപ്പുരകളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? പിടിച്ചെടുക്കാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെയുള്ള ധാന്യപ്പുരകളൊക്കെ പിടിച്ചെടുത്തുകൊണ്ട് അത് അവർ കൊള്ളയടിക്കാൻ തുടങ്ങി. അത് മാത്രമല്ല, അവർ കയ്യിൽ കിട്ടിയ ആയുധങ്ങളെല്ലാം എടുത്തുകൊണ്ട് അവർ എങ്ങോട്ടേക്ക് ഒരു പ്രക്ഷോഭം സംഘടിപ്പിച്ചു? ബാസ്റ്റൈൽ കോട്ടയിലേക്ക്, ബാസ്റ്റൈൽ ജയിലിലേക്ക് വലിയൊരു പ്രക്ഷോഭം, വലിയൊരു മാർച്ച് സംഘടിപ്പിച്ചു. കൈ കിട്ടിയ വാള്, വടിവാള്, കുന്തം, കുടച്ചക്രം, തോക്ക്, ഇരുമ്പ്, അങ്ങനെയുള്ള കൈ കിട്ടിയ എന്ത് ആയുധങ്ങൾ എടുത്തിട്ട് അവർ എങ്ങോട്ടേക്ക് പോയി? ബാസ്റ്റൈൽ കോട്ട തകർക്കാനായിട്ട് പോയി. അങ്ങനെ ജൂലൈ 14 1789 എന്ത് തകർത്തു മക്കളെ? ജൂലൈ 14 1789 എന്ത് തകർത്തു? ബാസ്റ്റൈൽ കോട്ട തകർത്ത് കളഞ്ഞു. ആ ബാസ്റ്റൈൽ കോട്ടയുടെ തകർത്തതാണ്, അല്ലെങ്കിൽ ബാസ്റ്റൈൽ കോട്ട തകർന്നു വീണതാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ തുടക്ക സംഭവമായിട്ട് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ തുടക്കം ഏതാണ്? വിച്ച് ഇവന്റ് ഈസ് കൺസിഡർഡ് ആസ് ദ ബിഗിനിങ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ? ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയതായി കണക്കാക്കപ്പെടുന്ന സംഭവം ഏത് എന്നുള്ളൊരു ചോദ്യം വന്നാൽ, ഒരു മാർക്കിന് വന്നാൽ മക്കൾ എന്ത് എഴുതാം? ഡിമോളിഷൻ ഓഫ് ബാസ്റ്റൈൽ പ്രിസൺ, ബാസ്റ്റൈൽ കോട്ടയുടെ തകർച്ച എന്ന് തന്നെ എഴുതണം. എന്നാലേ മാർക്ക് കിട്ടുകയുള്ളൂ. അതല്ലാതെ ടെന്നീസ് കോർട്ടോ, ടെന്നീസ് കോർട്ട് അസംബ്ലിയോ, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയോ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എസ്റ്റേറ്റ് ജനറൽ മീറ്റിംഗ്, എസ്റ്റേറ്റ് ജനറലിനെ പറ്റിയൊക്കെ എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. ശരിക്കും ഹിസ്റ്ററി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവത്തെ തുടക്കമായിട്ട് കണക്കാക്കുന്നത് എന്താണ്? ജൂലൈ 14 1789 നടന്ന ബാസ്റ്റൈൽ കോട്ടയുടെ തകർച്ചയാണ്. ക്ലിയർ അല്ലേ? ഈ ഒരു ടോപ്പിക് ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിക്കുള്ളൂ, അല്ലെങ്കിൽ ഈ പറഞ്ഞ 1 വേർഡ് ചോദിക്കാനാണ് സാധ്യത. അല്ലാതെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കുറെ മാർക്കിനും ചോദിക്കുന്ന ഒരു ടോപ്പിക് അല്ല എന്ത്? ഈ ബാസ്റ്റൈൽ കോട്ടയുടെ തകർച്ച എന്ന് പറയുന്നത്. അടുത്തതാണ് മക്കളെ റീഫോംസ് പാസ്ഡ് ബൈ നാഷണൽ അസംബ്ലി. നമ്മുടെ തേർഡ് സ്റ്റേറ്റിലെ ദേശീയ അസംബ്ലി പാസാക്കിയ ചില നടപടിക്രമങ്ങൾ, റീഫോംസ്, പരിഷ്കാരങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിക്കാം. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് തന്നത്. ഇങ്ങനെയുള്ള പോയിന്റ്സുകളൊക്കെ എന്തായാലും പഠിക്കണം. കാരണം നമുക്ക് പാരഗ്രാഫിനേക്കാൾ കൂടുതൽ ചോദിക്കാൻ സാധ്യത എന്ന് പറയുന്നത് എന്താണ്? ഇത്തരം പിക്ചറുകൾ, ടേബിളുകൾ ഉള്ളത്, അല്ലെങ്കിൽ ഡയഗ്രാംസ് ഉള്ളത്, ഈ പറഞ്ഞ പോയിന്റ്സ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പാരഗ്രാഫ് ചോദിക്കില്ല എന്നല്ല, പക്ഷേ അതിനേക്കാൾ കുറച്ചും കൂടി സാധ്യത ഏതിനാണ്? ഈ പറഞ്ഞ പോയിന്റ്സ്, ടേബിൾസ്, ഡയഗ്രങ്ങൾക്കൊക്കെയാണ്. അപ്പൊ അങ്ങനെ വരുന്നത് എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. അത് പഠിക്കാതെ നിങ്ങൾ പരീക്ഷ ഹാളിലേക്ക് ഒരിക്കലും പോകരുത്. ഏത് പരീക്ഷ ആയാലും, ഒരു ക്ലാസ് ടെസ്റ്റ് ആയാലും, സ്കൂൾ ഓണ പരീക്ഷയോ അല്ലെങ്കിൽ SSLCയോ മോഡലോ ഏത് പരീക്ഷ ആയാലും അങ്ങനെയുള്ള സാധനങ്ങൾ പഠിക്കാതെ നിങ്ങൾ പോകരുത്. ഓക്കെ, അപ്പോ ഫ്രഞ്ച് ദേശീയ അസംബ്ലി പാസാക്കിയ പരിഷ്കാരങ്ങൾ എന്തെല്ലാമാണ്? ഒന്ന്, എബോളിഷൻ ഓഫ് സ്ലേവറി, അടിമത്തം നിരോധിക്കാം, അടിമത്തം നിർത്തലാക്കണം എന്നവർ ആവശ്യപ്പെട്ടു, അതവർ നിർത്തലാക്കി. അതുപോലെ തന്നെ ടേക്കിംഗ് സ്പെഷ്യൽ പവേഴ്സ് വെസ്റ്റഡ് വിത്ത് നൊബിലിറ്റി, പ്രഭുക്കന്മാർക്കുണ്ടായിരുന്ന പ്രത്യേക അധികാരങ്ങൾ എടുത്തു കളഞ്ഞു. പ്രഭുക്കന്മാർക്കറിയാം, നമുക്കറിയാം പ്രഭുക്കന്മാരായിരുന്നു സൈന്യത്തിലായാലും ഗവൺമെന്റ് ഭരണങ്ങളിലായാലും ഉയർന്ന പൊസിഷനിലൊക്കെ പ്രഭുക്കന്മാരായിരുന്നു. അങ്ങനെ കുറെ അവർക്ക് എന്തുണ്ടായിരുന്നു? പ്രിവിലേജുകൾ ഉണ്ടായിരുന്നു. ആ പ്രിവിലേജുകളെല്ലാം എടുത്തു കളഞ്ഞു. പ്രഭുക്കന്മാർക്കുണ്ടാകുന്ന പ്രത്യേക അധികാരങ്ങളും പ്രിവിലേജുകളും സാധാരണക്കാരൻ എടുത്തു കളഞ്ഞു, അതൊക്കെ ഇല്ലാണ്ടാക്കി. അത് മാത്രമല്ല, എബോളിഷൻ ടാക്സ് ദ പീപ്പിൾ ഹാഡ് ടു പേ ടു കത്തോലിക് ചർച്ച്. കത്തോലിക്ക സഭയിലെ മക്കളുടെ പുരോഹിതന്മാർ, കത്തോലിക്ക സഭ എന്ന് ഉദ്ദേശിക്കുന്ന പുരോഹിതന്മാരാണ്, ഫസ്റ്റ് സ്റ്റേറ്റുകാരാണ്. ഈ ഫസ്റ്റ് സ്റ്റേറ്റുകാർക്ക്, ഫസ്റ്റ് സ്റ്റേറ്റിലെ ജനങ്ങൾക്ക് പുരോഹിതന്മാർക്ക് ക്ലർജീസിന് കൊടുത്തിരുന്ന നികുതികൾ നിരോധിച്ചു കളഞ്ഞു, ഇല്ലാണ്ടാക്കി. അപ്പോ സാധാരണക്കാരായ ജനങ്ങൾ പുരോഹിതന്മാർക്ക് കൊടുക്കേണ്ട നികുതി ഇല്ലാതെയാക്കി, നിരോധിച്ചു കളഞ്ഞു. അതുപോലെ തന്നെ സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് മേടിച്ചിരുന്ന അഡീഷണൽ ടാക്സ്, അധിക നികുതി റദ്ദാക്കി, അതും നിരോധിച്ചു.
നിരോധിച്ചു. അപ്പൊ പ്രധാനമായിട്ട് രണ്ട് നികുതികൾ നിരോധിച്ചു. ഒന്ന് അധിക നികുതി, അഡീഷണൽ ടാക്സ് ആണ് നിരോധിച്ചത്. മറ്റൊന്ന് പുരോഹിതന്മാർക്ക് കൊടുത്തിരുന്ന നികുതി അഥവാ ക്ലർജീസിന് കൊടുത്തിരുന്ന നികുതി, കത്തോലിക്ക സഭയ്ക്ക്, കത്തോലിക്ക ചർച്ചിന് കൊടുത്തിരുന്ന നികുതി നിരോധിച്ചു. പിന്നെന്താ, സ്ലേവറി, അടിമത്തം നിരോധിച്ചു. പിന്നെന്താണ്, പുരോഹിതന്മാരെ കൈവശമുണ്ടായിരുന്ന പ്രത്യേക അധികാരങ്ങൾ എടുത്തു കളഞ്ഞു. അപ്പൊ ഇതെല്ലാം ഫ്രഞ്ച് ദേശീയ അസംബ്ലി തേർഡ് എസ്റ്റേറ്റിലെ ജനങ്ങൾ പാസാക്കിയ പരിഷ്കാരങ്ങളാണ്. അത് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, നോക്കി വെച്ചേക്കണം. ഓക്കെ, അടുത്ത മക്കളെ, റോൾ ഓഫ് വുമൺ ഇൻ ഫ്രഞ്ച് റെവല്യൂഷൻ. ഫ്രഞ്ച് വിപ്ലവത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തത്തെ പറ്റി ചോദിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് സ്ത്രീകളുടെ പങ്കാളിത്തം, സ്ത്രീ പങ്കാളിത്തം. കാരണം ഇത്രയും നേരം നമ്മൾ അങ്ങനെ സ്ത്രീകളെ കുറിച്ചൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൽ സ്ത്രീകൾ എന്ത് ചെയ്തു, സ്ത്രീകളുടെ പങ്ക് എന്താണെന്നുള്ള ഒരു ചോദ്യം വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. അതിനെപ്പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന്, ഫുഡ് ഷോർട്ടേജ് ആൻഡ് പോളിസീസ് ഓഫ് ലൂയിസ് 16 ഫോഴ്സ് വുമൺ ടു ജോയിൻ സ്ട്രഗിൾ. രണ്ട് കാര്യങ്ങളാണ് സ്ത്രീകൾ വിപ്ലവത്തിൽ പങ്കെടുക്കാൻ കാരണം. ഒന്ന് ഭക്ഷ്യക്ഷാമം, ഫുഡ് ഷോർട്ടേജ് ആണ്. മറ്റൊന്ന് പോളിസീസ് ഓഫ് ലൂയിസ് 16, ലൂയി 16 തീരുമാനങ്ങളും നടപടികളുമാണ്. അപ്പോ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് സ്ത്രീകൾ എന്തിനു നിർബന്ധിതരായി, ഫ്രഞ്ച് വിപ്ലവത്തിൽ പങ്കെടുക്കാൻ നിർബന്ധിതരായി. ഫ്രഞ്ച് വിപ്ലവത്തിൽ സ്ത്രീകൾ പങ്കെടുക്കാൻ നിർബന്ധിതരായ രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാ? ഒന്ന് ഫുഡ് ഷോർട്ടേജ് ആണ്, ഭക്ഷ്യക്ഷാമമാണ്. മറ്റൊന്ന് പോളിസീസ് ഓഫ് ലൂയിസ് 16 ആണ്, ലൂയിസ് 16 നടപടികളാണ്, നയങ്ങളാണ്. ഈ രണ്ട് നയങ്ങളും ഈ രണ്ട് കാരണങ്ങൾ കാരണം ഫ്രഞ്ച് വിപ്ലവത്തിൽ പങ്കെടുക്കാൻ ആര് നിർബന്ധിതരായി? സ്ത്രീകൾ നിർബന്ധിതരായി. അങ്ങനെ ആയിരക്കണക്കിന് സ്ത്രീകൾ അന്നത്തെ രാജാവിന്റെ കൊട്ടാരം അറിയപ്പെടുന്ന വേഴ്സായിലസ് പാലസ് എന്നാണ്, വേഴ്സായ് കൊട്ടാരം എന്നാണ്. പാരീസിലുള്ള വേഴ്സായ് കൊട്ടാരത്തിലേക്ക് വലിയൊരു പ്രക്ഷോഭം സംഘടിപ്പിച്ചു, വലിയൊരു മാർച്ച് സംഘടിപ്പിച്ചു, വലിയൊരു സമരം സംഘടിപ്പിച്ചു. ആ സമരത്തിൽ അവർ കയ്യും വീശിയല്ല പോയത് മക്കളെ, അവർ കയ്യിൽ കിട്ടിയ എല്ലാ ആയുധങ്ങളും എടുത്തു. ബ്രൂംസ്, ചൂലെടുത്തിരുന്നു, സ്വേർഡ്, വാളെടുത്തിരുന്നു, സ്പിയർ, കുന്തം എടുത്തിരുന്നു, അതുപോലെ ഗണ്ണ്, തോക്ക്. അപ്പോ ചൂല്, വാള്, കുന്തം, തോക്ക് പോലുള്ള കയ്യിൽ കിട്ടിയ എല്ലാ ആയുധങ്ങളും എടുത്തുകൊണ്ടാണ് അവർ ഏത് കൊട്ടാരത്തിലേക്ക് പ്രക്ഷോഭം സംഘടിപ്പിച്ചത്? വേഴ്സായിലസ് കൊട്ടാരം, രാജാവിന്റെ കൊട്ടാരമായ വേഴ്സായ് കൊട്ടാരത്തിലേക്ക് അവർ വലിയൊരു പ്രക്ഷോഭം സംഘടിപ്പിച്ചത്. അപ്പോ ആ ഒരു പ്രക്ഷോഭത്തിൽ അവർ അനുനയിച്ചുകൊണ്ട് വലിയൊരു വിഭാഗം ജനങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നു. ലാർജ് ക്രൗഡ്, വലിയൊരു ജനവിഭാഗമാണ് ഈ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നത്. അപ്പോ ലൂയി 16 മനസ്സിലായി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കാര്യം ശരിയാവില്ല. ജനങ്ങൾ എന്താണ്, വളരെ രോഷാകുലരായിട്ടാണ് വരുന്നത്, ജനങ്ങൾ വളരെ ദേഷ്യത്തോടെയാണ് വരുന്നത്. അപ്പൊ ജനങ്ങളുടെ ഒപ്പം ജനങ്ങൾക്ക് ചില കാര്യങ്ങൾ ഉറപ്പുവരുത്തില്ലെങ്കിൽ ജീവന ആപത്താണെന്ന് ആർക്ക് മനസ്സിലായി? ലൂയി 16 മനസ്സിലായി. അങ്ങനെ രാജാവായ ലൂയിസ് 16 എന്ത് പറഞ്ഞു? ഫ്രഞ്ച് ദേശീയ അസംബ്ലി പാസ്സാക്കിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം അംഗീകരിച്ചു കൊള്ളാം, ഫ്രഞ്ച് ദേശീയ അസംബ്ലി പറഞ്ഞിരിക്കുന്ന തീരുമാനങ്ങളെല്ലാം അംഗീകരിച്ചു കൊള്ളാം, അക്സെപ്റ്റ് ചെയ്യാമെന്ന് ആര് സമ്മതിച്ചു? രാജാവായ ലൂയിസ് 16 സമ്മതിച്ചു. ഓക്കെ, അത് കഴിഞ്ഞ മക്കളെ, സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ രണ്ട് ഫേമസ് ലേഡീസിനെ പറ്റി പഠിക്കണം. ഒന്ന് ഒളിമ്പിയ ഡി ഗൗച്ച് അല്ലെങ്കിൽ ഗുഹയാണ്, അതുപോലെ മാഡം ജീൻ റോളണ്ട് ആണ്. ഇവരുടെ പേര് എന്തായാലും പഠിക്കണം, അവർ എന്ത് ചെയ്തു എന്നുള്ളതും നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഒളിമ്പിയ ഡി ഗൗഷയുമുണ്ട്, അതുപോലെ തന്നെ എന്താണ് മക്കളെ, നമ്മുടെ മാഡം ജീൻ റോളണ്ടുമുണ്ട്. ഇവരുടെ രണ്ടുപേരും പഠിച്ചിരിക്കണം. ഇവർ രണ്ടുപേരും എന്താണ് ചെയ്തതെന്നും പഠിച്ചിരിക്കണം. ശ്രദ്ധിക്കാം. അപ്പോ ഫ്രാൻസിലെ പ്രശസ്ത നാടകൃത്തും ആക്ടിവിസ്റ്റുമായ വ്യക്തിയായിരുന്നു ഒളിമ്പിയ ഡി ഗൗഷ്. അപ്പോ വിപ്ലവ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ പ്രസിദ്ധമായിട്ടുള്ള അവകാശങ്ങളിൽ, സ്ത്രീകൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾക്ക് വേണ്ടി പ്രസിദ്ധമായ പോരാട്ടങ്ങൾ നടത്തിയ, വളരെ ഫേമസ് ആയിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തിയ വ്യക്തിയാണ് ഈ ഒളിമ്പിയ ഡി ഗൗഷ് അല്ലെങ്കിൽ ഒളിമ്പിയ ഡി ഗുഹ എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, അപ്പോ അവരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബുക്കും കൂടി നോക്കി വെക്കാം മക്കളെ, ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വുമൺ ആൻഡ് ഓഫ് ഫീമെയിൽ സിറ്റിസൺ. ആ പുസ്തകത്തിന്റെ പേര് ഇമ്പോർട്ടന്റ് ആണ്, ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വുമൺ ആൻഡ് ഓഫ് ഫീമെയിൽ സിറ്റിസൺ. എന്താണ് സ്ത്രീകളുടെ അവകാശ പ്രഖ്യാപനം എന്ന് പറയുന്ന പുസ്തകത്തിൽ അവരെന്താവശ്യപ്പെട്ടു? സ്ത്രീകൾക്കും പുരുഷന്മാരുടേത് പോലെയുള്ള അവകാശങ്ങളുണ്ട്, സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് ലഭിക്കുന്ന അതേ അവകാശങ്ങൾ കിട്ടാൻ അവകാശമുണ്ട്, തുല്യതയുണ്ട്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവകാശത്തിൽ തുല്യതയുണ്ട് എന്ന് ആരാവശ്യപ്പെട്ടു? നമ്മുടെ വുമൺ ആയ ഒളിമ്പിയ ഡി ഗൗച്ച് ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ ഒളിമ്പിയ ഡി ഗുഹ അല്ലെങ്കിൽ ഒളിമ്പിയ ഡി ഗൗഷ് ആവശ്യപ്പെട്ടു. ഓക്കെ, അപ്പൊ എന്താ ആവശ്യപ്പെട്ടത്? സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഒരേപോലത്തെ അവകാശങ്ങൾ കിട്ടാൻ യോഗ്യരാണ്, അവകാശങ്ങളിൽ തുല്യത കിട്ടാൻ യോഗ്യരാണ്, ഒരേപോലെ പുരുഷന്മാർക്ക് കിട്ടുന്ന അതേ അവകാശങ്ങൾ സ്ത്രീകൾക്ക് കിട്ടാൻ അവകാശമുണ്ട്, അതിന് യോഗ്യതയുണ്ട് എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ഒളിമ്പിയ ഡി ഗൗഷ് ആണ്. ഏത് പുസ്തകത്തിലൂടെ പ്രഖ്യാപിച്ചത്? ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വുമൺ ആൻഡ് ഓഫ് ഫീമെയിൽ സിറ്റിസൺ എന്ന് പറയുന്ന ആ പുസ്തകത്തിലൂടെയാണ് പ്രഖ്യാപിച്ചത്. ഓക്കെ, അടുത്ത ഫേമസ് ലേഡി മക്കളെ മാഡം ജീൻ റോളണ്ട്. ഇവരും സ്ത്രീ സമത്വത്തിന് വേണ്ടി, വുമൻസ് ഇക്വാലിറ്റിക്ക് വേണ്ടി, സ്ത്രീ സമത്വത്തിന് വേണ്ടി പോരാടിയ, അതിനുവേണ്ടി നിലകൊണ്ട വ്യക്തിയാണ് മക്കളെ ആര്? മാഡം ജീൻ റോളണ്ട്. ഇവരുടെ ശ്രമഫലം
തൽഫലമായിട്ടാണ് സ്ത്രീകൾക്ക് റൈറ്റ് ടു പ്രോപ്പർട്ടി, സ്വത്തവകാശവും അതുപോലെ റൈറ്റ് ടു ഡിവോഴ്സ് ചെയ്യാനുള്ള അവകാശം, സ്ത്രീകൾക്ക് ഡിവോഴ്സ് ചെയ്യാനുള്ള അവകാശം ഫ്രാൻസിൽ നേടിയെടുത്തത് ആരാ? മാഡം ജീൻ റോളണ്ട് ആണ്. സ്ത്രീകൾക്ക് സ്വത്തവകാശം, സ്വത്ത് കൈവശം വെക്കാനുള്ള അവകാശവും അതുപോലെ ഈ പറഞ്ഞതുപോലെ ഡൈവോഴ്സ് ചെയ്യാനുള്ള അവകാശവും നേടിയെടുത്തത് മാഡം ജീൻ റോളണ്ട് ആണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കി വെക്കണം. സ്ത്രീകളുടെ റോൾ എന്താണെന്നുള്ള ചോദ്യം വരാനുള്ള സാധ്യതയും ഉണ്ട്. അത് നിങ്ങൾ നോക്കി വെക്കുക. കാരണം സ്ത്രീകളുടെ കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ പഠിക്കണം. അതൊക്കെ കുറച്ച് കാര്യങ്ങളെ നമ്മൾ പഠിക്കുന്നുള്ളൂ. അപ്പൊ അത് പരീക്ഷയ്ക്ക് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഓക്കെ, അടുത്തത് മെയിൻ ഐഡിയാസ് ഓഫ് ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് ഫ്രാൻസ് ഇൻ 1789. ഫ്രാൻസിൽ 1789 പാസ്സാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ പ്രധാന ആശയങ്ങൾ എന്തെല്ലാം? ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനം 1789 ഫ്രാൻസിൽ മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കുന്നുണ്ട്. ആ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിക്കും. ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? മനുഷ്യർ ജനിക്കുന്നതും സ്വതന്ത്രരും അവകാശങ്ങളിൽ തുല്യരുമായി തുടരുകയും ചെയ്യുന്നു. അല്ലെ, എല്ലാ മനുഷ്യന്മാരും ജനിക്കുന്നത് സ്വതന്ത്രരായിട്ട്. ആരെങ്കിലും സ്വാതന്ത്ര്യം ഇല്ലാതെ ഇരിക്കുന്നുണ്ടോ? ഇല്ല. ഈ ലോകത്തിൽ ജനിക്കുന്ന ഏത് കുട്ടിയും സ്വാതന്ത്ര്യത്തോടെയാണ് ജനിക്കുന്നത്. പക്ഷെ പലപ്പോഴും ആ സ്വാതന്ത്ര്യം നമുക്ക് എന്താണ്? നിഷേധിക്കപ്പെടുകയാണ് ചെയ്യാറ്. അത് മാത്രമല്ല, നമ്മൾ ജനിച്ചു വീഴുന്നതും സ്വതന്ത്രരായിട്ടാണ്, ജീവിക്കുന്നതും സ്വതന്ത്രരായിട്ടാണ്. നമ്മുടെ അവകാശങ്ങൾ എല്ലാവർക്കും എന്തുണ്ട്? തുല്യതയുണ്ട്. എല്ലാവർക്കും ഒരേപോലുള്ള അവകാശങ്ങൾ കിട്ടാൻ യോഗ്യരാണ്. എനിക്ക് കിട്ടുന്ന അവകാശങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ യോഗ്യതയുണ്ട്, നിങ്ങൾക്ക് കിട്ടുന്ന അവകാശങ്ങൾ എനിക്ക് കിട്ടാൻ യോഗ്യതയുണ്ട്. അല്ലാതെ എനിക്ക് കിട്ടുന്ന അവകാശങ്ങൾ നിങ്ങൾക്ക് കിട്ടാതിരിക്കും, നിങ്ങൾ കിട്ടുന്നത് എനിക്ക് കിട്ടാതിരിക്കുകയും ചെയ്യാനുള്ള യോഗ്യത കുറവൊന്നും ആർക്കുമില്ല. ഓക്കെ, എല്ലാവർക്കും എല്ലാ അവകാശവും കിട്ടാനുള്ള യോഗ്യത എല്ലാ മനുഷ്യർക്കും ഉണ്ടെന്ന് എന്തിൽ എഴുതി ചേർത്തു? ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ, ഫ്രാൻസിലെ ഭരണഘടനയിലെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ അവർ എഴുതി ചേർത്തു. എല്ലാ മനുഷ്യരും സ്വതന്ത്രരാണ്, ജനിക്കുന്നതും ജീവിക്കുന്നതും സ്വതന്ത്രരായിട്ടാണ്. അവർക്ക് എല്ലാ അവകാശവും ലഭിക്കാനുള്ള അവകാശവും ഉണ്ട്, തുല്യതയുണ്ട്, അവകാശങ്ങളിൽ തുല്യതയുണ്ടെന്ന് അവർ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലൂടെ ഫ്രഞ്ച് ഭരണഘടനയിൽ എഴുതി ചേർത്തു. അത് മാത്രമല്ല, ഫ്രാൻസിലെ എല്ലാ രാഷ്ട്രീയ സംഘടനകളുടെയും ലക്ഷ്യം എന്താണ്? മനുഷ്യന്മാർക്ക് എന്തായാലും ലഭിക്കേണ്ട, സ്വാഭാവികമായി ലഭിക്കേണ്ട, ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത അവകാശങ്ങൾ, സ്വാഭാവികമായി ഒരു മനുഷ്യന് കിട്ടേണ്ട, ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത അവകാശങ്ങൾ സംരക്ഷിക്കലാണ് ഫ്രാൻസിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യം എന്ന് കൂടി അവർ പ്രഖ്യാപിച്ചു. അതിൽ എന്തൊക്കെയായിരുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ? ഒന്ന്, റൈറ്റ് ടു ലിബർട്ടി ആണ്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. മറ്റൊന്ന് റൈറ്റ് ടു പ്രോപ്പർട്ടി, സ്വത്തവകാശം. മറ്റൊന്ന് റൈറ്റ് ടു സെക്യൂരിറ്റി, സംരക്ഷണത്തിനുള്ള അവകാശം, സുരക്ഷയ്ക്കുള്ള അവകാശം. മറ്റൊന്ന് റെസിസ്റ്റൻസ് ടു ഓപ്പറേഷൻ, അഥവാ എന്താണ്? അടിച്ചമർത്തലിനെതിരായ പ്രതിരോധം. നമുക്കറിയാം, മൂന്നാമത്തെ സ്റ്റേറ്റിലെ ജനങ്ങൾ വലിയ അടിച്ചമർത്തലും വലിയ ചൂഷണങ്ങളുമാണ് നേരിടുന്നത്. അപ്പോ അതിനെതിരായ പ്രതിരോധം, അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള അവകാശം, അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷ നേടാനുള്ള അവകാശം സാധാരണക്കാർക്കുണ്ട് എന്നുകൂടി അവർ പ്രഖ്യാപിച്ചു. അപ്പോൾ ഇതെല്ലാം ഒരു മനുഷ്യൻ എന്തായാലും കിട്ടേണ്ടതാണ്, അല്ലെ? സ്വത്തവകാശം, സുരക്ഷയ്ക്കുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഇതൊക്കെ നമുക്ക് എന്തായാലും കിട്ടണം. നമ്മൾ ആരും ചൂഷണം ചെയ്യപ്പെടാനും പാടില്ല, നമ്മൾ ആരും വന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്യാനും പാടില്ല. അതിനെതിരായിട്ടുള്ള അവകാശങ്ങളൊക്കെ നമുക്കുണ്ട്. ആ അവകാശങ്ങളൊക്കെ നമുക്ക് എന്തായാലും കിട്ടേണ്ടതാണ്. അപ്പോ അത്തരം അവകാശങ്ങൾ നമുക്ക് എന്തായാലും കിട്ടേണ്ടതാണ്. അപ്പോൾ അതൊക്കെ സംരക്ഷിക്കലാണ് ഫ്രാൻസിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ, പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ, രാഷ്ട്രീയ സംഘടനകളുടെ, പൊളിറ്റിക്കൽ ഓർഗനൈസേഷന്റെ ലക്ഷ്യമെന്നും ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ അവർ എഴുതി ചേർത്തു. അത് മാത്രമല്ല, എന്താണ്? ദി പ്രിൻസിപ്പിൾ ഓഫ് ഓൾ സോവറിറ്റി റിസൈഡ്സ് എസെൻഷ്യലി ഇൻ ദി നേഷൻ. എന്താണ്? രാഷ്ട്രത്തിന് പരമാധികാരമുണ്ട്. പരമാധികാരം ആരിലാണ് നിലനിൽക്കുന്നത്? രാഷ്ട്രത്തിലാണ് നിലനിൽക്കുന്നത്. ഇനി ലിബർട്ടി കൺസിസ്റ്റ് ഇൻ ദി ഫ്രീഡം ടു ഡു എവറിത്തിങ് വിച്ച് ഇൻജോയ്സ് നോ വൺ എൽസ്. എന്താണ് ലിബർട്ടി? സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണ്? ഒരാൾക്കും ദോഷകരമാവാത്ത എന്തും ചെയ്യാനുള്ള അവകാശമാണ്. എനിക്ക് എന്തും ചെയ്യാം, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് എന്തും ചെയ്യാം. പക്ഷെ അതൊരിക്കലും എന്താവാൻ പാടില്ല? മറ്റൊരാൾക്ക് ദോഷകരമാവാൻ പാടില്ല. മറ്റൊരാൾക്ക് ദോഷകരമാവാത്ത എന്തും ചെയ്യാനുള്ള അവകാശമാണ് ഫ്രാൻസിൽ സ്വാതന്ത്ര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫ്രാൻസിലെ സ്വാതന്ത്ര്യം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അവർ പറഞ്ഞു? ഒരാൾക്ക് ദോഷകരമാവാത്ത, വേറൊരാൾക്ക് ദോഷകരമാവാത്ത എന്തും ചെയ്യാനുള്ള അധികാരമാണ് ഫ്രാൻസിൽ സ്വാതന്ത്ര്യം, ലിബർട്ടി കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്നുകൂടി അവർ ഭരണഘടനയിൽ അഥവാ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ എഴുതി ചേർത്തു. അവസാനത്താണ് മക്കളെ, ദി ലോ ക്യാൻ ഓൺലി പ്രൊഹിബിറ്റ് സച്ച് ആക്ഷൻസ് ആസ് ആർ ഹേർട്ട്ഫുൾ ടു ദി സൊസൈറ്റി. സമൂഹത്തിന് ദോഷകരമാവുന്ന ഏതൊരു പ്രവൃത്തിയെയും നിയമം കൊണ്ട് നിരോധിക്കാനായി സാധിക്കും. സമൂഹത്തിന് ദോഷകരമാവുന്ന ഏതൊരു പ്രവൃത്തിയെയും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നിയമം കൊണ്ട് നിരോധിച്ചു കളയാനായിട്ട് സാധിക്കുമെന്ന് കൂടി അവർ പറഞ്ഞു വെച്ചു. ക്ലിയർ അല്ലേ? ഇത് നോക്കി വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. 4 മാർക്കിന് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിലൊന്നാണ്. കാരണം ഇതൊക്കെ ഇതേപോലെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് പോയിന്റ്സ് ആയിട്ട് തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ അവർ പരീക്ഷയ്ക്ക് ഇടാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, അതിന്റെ തൊട്ടുകാര്യം മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫ്രഞ്ച് ദേശീയ അസംബ്ലി ഫ്രാൻസിലെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ രംഗങ്ങളിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തെല്ലാം? ഫ്രഞ്ച് ദേശീയ അസംബ്ലി, ഫ്രാൻസിലെ മൂന്നാമത്തെ സ്റ്റേറ്റുകളുടെ സംഘടന, ഫ്രാൻസിലെ സാമ്പത്തിക രംഗങ്ങളിലും രാഷ്ട്രീയ രംഗങ്ങളിലും സാമൂഹിക രംഗങ്ങളിലും കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എന്താണെന്നുള്ള ഒരു ചോദ്യം കൂടി പരീക്ഷ
പരീക്ഷയ്ക്ക് ചോദിക്കാം. എന്താ ഇംപ്ലിമെന്റഡ് എ യൂണിഫൈഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ത്രൂ ഔട്ട് ദി കൺട്രി. രാജ്യത്തുടനീളം ഒരു യൂണിഫൈഡ് കോൺസ്റ്റിറ്റ്യൂഷനെ ഒരേപോലത്തെ ഭരണഘടന നടപ്പിലാക്കി, എല്ലാവർക്കും ഒരേപോലത്തെ നിയമങ്ങൾ നടപ്പിലാക്കി. നമുക്കറിയാം അതിനു മുൻപ് ഒരേ എന്താണ് ക്ലർജീസിന് ഒരു നിയമം, പുരോഹിതന്മാർക്ക് ഒരു നിയമം അല്ലെ, അതുപോലെ പ്രഭുക്കന്മാർക്ക് നോബൽസിന് വേറൊരു നിയമം, സാധാരണക്കാർക്ക് വേറൊരു നിയമം, അങ്ങനെയായിരുന്നു. അപ്പോ അതിനെല്ലാം ഒരു മാറ്റം വരുത്തിക്കൊണ്ട് എല്ലാവർക്കും ഒരേപോലത്തെ നിയമം നടപ്പിലാക്കിയത് ആരാ? ഫ്രഞ്ച് ദേശീയ അസംബ്ലിയാണ്. എല്ലാവർക്കും രാജ്യത്തുടനീളം മൊത്തത്തിൽ ഒറ്റ നിയമം നടപ്പിലാക്കിയത് ആരാ? ഫ്രഞ്ച് ദേശീയ അസംബ്ലിയാണ്. അതുപോലെ ഇഷ്യൂഡ് എ ന്യൂ പേപ്പർ കറൻസി കോൾഡ് അസിഗ്നാറ്റ്. അതാ ഫ്രാൻസിൽ പുതിയൊരു കറൻസി കൊണ്ടുവന്നു, പുതിയൊരു നോട്ട് കൊണ്ടുവന്നു. ആ നോട്ടിന്റെ പേരാണ് എന്ത്? അസിഗ്നാറ്റ്. അസിഗ്നാറ്റ് എന്ന് വിളിക്കുന്ന പുതിയൊരു നോട്ട് അവർ നടപ്പിലാക്കി അല്ലെങ്കിൽ കൊണ്ടുവന്നു. കോൺഫിസ്കേറ്റഡ് ദി പ്രോപ്പർട്ടീസ് കൺട്രോൾഡ് ബൈ റിലീജിയസ് ലീഡേഴ്സ്. മതമേധാവികള് പുരോഹിതന്മാർ കൈകാര്യം വെച്ചിരുന്ന പ്രദേശങ്ങൾ, സ്ഥലങ്ങൾ കോൺഫിസ്കേറ്റ് ചെയ്തു. കോൺഫിസ്കേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ കണ്ടുകെട്ടുക, പിടിച്ചെടുക്കുക, സർക്കാരിലേക്ക് എടുക്കുക, നിർബന്ധപൂർവ്വം പിടിച്ചെടുക്കുക. അപ്പോ അങ്ങനെ ചെയ്യാൻ തുടങ്ങി. പുരോഹിതന്മാരുടെ ഭൂമിയെല്ലാം നിർബന്ധപൂർവ്വം പിടിച്ചെടുക്കാനും കണ്ടുകെട്ടാനും തുടങ്ങി. അടുത്തത് ഡിക്ലെയർഡ് റിലീജിയസ് ടോളറൻസ്. മതസഹിഷ്ണുത. എല്ലാ മതത്തോടും പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട്, എല്ലാ മതത്തെയും അംഗീകരിച്ചുകൊണ്ട്, എല്ലാ മതത്തിന്റെ ആചാരങ്ങളെയും അംഗീകരിച്ചുകൊണ്ട്, എല്ലാ മതവിശ്വാസങ്ങളെയും അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു മതസഹിഷ്ണുത അവർ പ്രഖ്യാപിച്ചു. അതുപോലെ പുരോഹിതന്മാരെ സർക്കാർ ജീവനക്കാരാക്കി മാറ്റി. സർക്കാർ ശമ്പളം കൊടുക്കുന്ന സർക്കാർ ജീവനക്കാർ, അവർക്കുണ്ടാകുന്ന പ്രത്യേക അധികാരങ്ങളും പ്രിവിലേജുകളും എടുത്തു കളഞ്ഞുകൊണ്ട് പുരോഹിതന്മാരെ സാധാരണയായ സർക്കാർ ജോലിക്കാരായിട്ട് ആര് മാറ്റി? തേർഡ് സ്റ്റേറ്റിലെ ദേശീയ അസംബ്ലി മാറ്റി. അപ്പൊ ഇതെല്ലാമാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ രംഗങ്ങളിൽ കൊണ്ടുവന്നിരുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഇതും നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അടുത്തതാണ് മക്കളെ റെയിൻ ഓഫ് ടെറർ, ഭീകരവാഴ്ച. ഫ്രാൻസിൽ ഭീകരവാഴ്ച ഉണ്ടായിരുന്നു. ആ ഭീകരവാഴ്ചയെ പറ്റിയാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത രണ്ട് കാര്യങ്ങളാണ് ഫ്രാൻസിലെ ഭീകരവാഴ്ചയും സെപ്റ്റംബർ കൂട്ടക്കൊലയും, സെപ്റ്റംബർ മസാക്കറും. ഇത് രണ്ടും എന്തായാലും നമുക്ക് നോക്കി വെക്കണം. മക്കളെ 1792 വരെ ഫ്രാൻസിൽ ദേശീയ അസംബ്ലി, നാഷണൽ അസംബ്ലിയാണ് ഭരണത്തിൽ ഇടപെട്ടതെങ്കിൽ പിന്നീട് അതിന് പകരം വേറൊരു സംവിധാനം വന്നു. ആ സംവിധാനമാണ്, ആ ഒരു സിസ്റ്റമാണ്, ആ ഒരു ഗ്രൂപ്പാണ് നാഷണൽ കൺവെൻഷൻ. അപ്പോ നാഷണൽ അസംബ്ലിക്ക് പകരമായി ഫ്രാൻസിലെ ദേശീയ അസംബ്ലിക്ക് പകരമായി ഫ്രാൻസിൽ ഭരണത്തിൽ ഇടപെടാൻ എന്ത് വന്നു? ദേശീയ കൺവെൻഷൻ, നാഷണൽ കൺവെൻഷൻ നിലവിൽ വന്നു. ആ നാഷണൽ കൺവെൻഷൻ ഫ്രാൻസിനെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും അതുപോലെ അന്നത്തെ രാജാവായ ലൂയിസ് 16 കൊന്നുകളയുകയും ചെയ്തു. ഓക്കെ, അങ്ങനെ റിപ്പബ്ലിക്കായ ഫ്രാൻസിന്റെ അധികാരം പിന്നീട് ആരാണ് ഏറ്റെടുത്തത്? ജേക്കോബിൻസ് എന്ന് പറയുന്ന വിഭാഗമാണ്. ആരാണ് ഏറ്റെടുത്തത്? ജേക്കോബിൻസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ വിഭാഗമാണ് പിന്നീട് ഫ്രാൻസിന്റെ ഭരണം ഏറ്റെടുക്കുന്നത്. ആ ജേക്കോബിൻസ് പിന്നീട് എന്താ ചെയ്തതെന്ന് അറിയോ മക്കളെ? ജേക്കോബിൻസ് ആണ് രാഷ്ട്രീയത്തിൽ അധികാരം ഏറ്റെടുക്കുന്നത്. അപ്പോ ജേക്കോബിൻസ് അധികാരം ഏറ്റെടുത്തപ്പോൾ ഫ്രാൻസിനെ പ്രധാനപ്പെട്ട യൂറോപ്യൻ ശക്തികളായ റഷ്യയും അതുപോലെ തന്നെ ഇംഗ്ലണ്ട് പോലുള്ള രാജ്യങ്ങൾ ഫ്രാൻസിനെ ആക്രമിക്കാൻ വന്നു, ഫ്രാൻസുമായി യുദ്ധം ചെയ്യാൻ വന്നു. അപ്പോൾ ആ യുദ്ധം ചെയ്തപ്പോൾ ആ ഒരു സംഭവത്തെ നേരിടാൻ, ആ ഒരു സിറ്റുവേഷനെ ഡീൽ ചെയ്യാൻ ജേക്കോബിൻസിന് സാധിക്കാതെയായി. അപ്പോൾ അതിനുവേണ്ടി അവരൊരു കമ്മിറ്റി കൊണ്ടുവന്നു. ആ കമ്മിറ്റിയാണ് കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി. അപ്പൊ യുദ്ധം എന്ന് പറയുന്ന ആ ഒരു സാഹചര്യം നേരിടാൻ അവർ രൂപീകരിച്ച ഒരു സംഘമാണ് കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി. പക്ഷേ ഈ കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി അഥവാ പൊതുസുരക്ഷാ കമ്മിറ്റി എന്ന് പറയുന്ന ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പാരീസിൽ ഭീകരഭരണം നടക്കുന്നത്. ജനങ്ങളെ അതിക്രൂരമായി കൊന്നുകളയാൻ തുടങ്ങി. ജനങ്ങളെ ഒരു സ്വാതന്ത്ര്യവും കൊടുക്കാതെ, ജനങ്ങൾക്ക് ഒരു അവകാശവും കൊടുക്കാതെ ജനങ്ങളെ അതിക്രൂരമായി കൊന്നുകളയാൻ തുടങ്ങിയത് ഈ കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി അഥവാ പൊതുസുരക്ഷാ കമ്മിറ്റിയാണ്. അപ്പോൾ ഈ പൊതുസുരക്ഷാ കമ്മിറ്റിയുടെ ഭരണം കിട്ടിയപ്പോൾ പാരീസ് നഗരത്തിന്റെ ഭരണം 4 പേരുടെ കയ്യിലായിരുന്നു. ആരുടെയൊക്കെയാണ് മക്കളെ? ഡാൻഡൻ, ഹെബർട്ട്, മറാട്ട്, റോബസ്പിയർ. ഈ 4 പേരടങ്ങുന്ന ആളുകളാണ് ഫ്രാൻസിനെ ഭരിച്ചത്. ആരൊക്കെയാണ്? ഡാൻഡൻ, ഹെബർട്ട്, മറാട്ട്, റോബസ്പിയർ. ഈ 4 പേർ ചേർന്നാണ് ഫ്രാൻസിനെ ഭരിച്ചത്. ഈ 4 പേരുടെ പേരും നോക്കി വെക്കാം. അവസാനം റോബസ്പിയർ അടങ്ങുന്ന ആളുകൾ വരെ കൊല ചെയ്യപ്പെട്ട സംഭവം കൂടി ഫ്രഞ്ച് ചരിത്രത്തിലുണ്ട്. ഓക്കെ, അപ്പോ ഇത്തരത്തിൽ ഇവരുടെ നേതൃത്വത്തിൽ ഭീകരവാഴ്ച അരങ്ങേറുന്നു. ആ ഭീകരവാഴ്ചയുടെ ഭാഗമായി ഉണ്ടായതാണ് മക്കളെ സെപ്റ്റംബർ കൂട്ടക്കൊല അഥവാ സെപ്റ്റംബർ മസാക്കർ. ആ ഭീകരവാഴ്ചയുടെ ഭാഗമായി ഉണ്ടായതാണ് സെപ്റ്റംബർ കൂട്ടക്കൊല അഥവാ സെപ്റ്റംബർ മസാക്കർ. അങ്ങനെ ഈ പൊതുസുരക്ഷാ കമ്മിറ്റി നാട്ടിലുള്ള പ്രഭുക്കന്മാരെയും പുരോഹിതന്മാരെയും അതുപോലെ തന്നെ രാജാവിന്റെ സപ്പോർട്ടേഴ്സ്, രാജാവിനെ പിന്തുണക്കുന്നവരെയും രാജ്യവിദ്രോഹികളായി മുദ്രകുത്തിക്കൊണ്ട്, രാജ്യവിരുദ്ധരായി മുദ്രകുത്തിക്കൊണ്ട് ട്രൈറ്റേഴ്സ് ആയി കാണാം. ട്രൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മക്കളെ രാജ്യദ്രോഹികളായി മുദ്ര കുത്തിക്കൊണ്ട് ജയിലിൽ ഇടാൻ തുടങ്ങി.
അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടാൻ തുടങ്ങി. അങ്ങനെ ഫ്രാൻസിലെ ജയിലെല്ലാം തിങ്ങി നിറഞ്ഞപ്പോ ഒന്നും ചെയ്യാൻ പറ്റാതെ ആയപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ അവർ എന്ത് ചെയ്തു? ഫ്രാൻസിൽ പിന്നീട് അറസ്റ്റ് ചെയ്യുന്ന ഏകദേശം 1500 വരുന്ന ആളുകളെ അവർ കൊന്നുകളഞ്ഞു. ഏകദേശം 1500 വരുന്ന ആളുകളെ ഒറ്റയടിക്ക് കൊന്നുകളഞ്ഞു. ആ കൊലയാണ്, കൂട്ടക്കൊലയാണ് സെപ്റ്റംബർ മസാക്കർ അഥവാ സെപ്റ്റംബർ കൂട്ടക്കൊല എന്ന് പറയുന്നത്. ഈ കൊലപാതകത്തെയാണ് മക്കളെ എന്ത് പറയുന്നത്? സെപ്റ്റംബർ മസാക്കർ അഥവാ സെപ്റ്റംബർ കൂട്ടക്കൊല എന്ന് പറയുന്നത്. ഈ മസാക്കർ, ഈ സെപ്റ്റംബർ കൂട്ടക്കൊലക്ക് വേണ്ടി ഉപയോഗിച്ച പ്രത്യേക മെഷീനാണ് മക്കളെ ഗില്ലറ്റിൻ. ഗില്ലറ്റിന്റെ പടമൊക്കെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കയ്യും കാലും കെട്ടി തല ഒരു മെഷീത്തിന്റെ അടിയിൽ കൊണ്ടുവന്ന് വെക്കാം. വാള് പോലത്തെ ഒരു സാധനം മുകളിൽ കെട്ടി വെച്ചിടണം. അത് വലിച്ച് നിലത്തേക്ക് ഇടുമ്പോ നേരെ കഴുത്തിലേക്ക് വന്നത് വീഴും. കഴുത്ത് വേറെ, ശരീരം വേറെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് പോകും. അങ്ങനെയാണ് ആളുകളെ കൊന്നിരുന്നത്. ഓക്കെ, അത് കണ്ടുവെച്ച ഒരു ഗില്ലറ്റിൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. അല്ല ഫുൾ നെയിം ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാക്കുക. എക്സ്ട്രാ റീഡിംഗ് ആണ്, മനസ്സിലാക്കി വെച്ചാൽ മതി, പഠിക്കൊന്നും വേണ്ട. അപ്പോ ആ ഗില്ലറ്റിൻ ഉപയോഗിച്ചാണ് ഒരുപാട് പേരെ കൊന്നത്. ലൂയിസ് 16 അദ്ദേഹത്തിന്റെ ഭാര്യയായ മേരി അന്റോണിയറ്റിനെയും എന്തിന് നമ്മുടെ നേരത്തെ ഭരണാധികാരി റോബസ്പിയറിനെ വരെയും കൊന്നത് എന്തുപയോഗിച്ചാണ്? ഗില്ലറ്റിൻ ഉപയോഗിച്ചാണ്. അപ്പോ ഭീകരവാഴ്ചയുടെ ഫലമായി ഉണ്ടായതാണ് എന്ത് മക്കളെ? സെപ്റ്റംബർ മസാക്കർ അഥവാ സെപ്റ്റംബർ കൂട്ടക്കൊല. റെയിൻ ഓഫ് ടെററിന്റെ ഫലമായി ഉണ്ടായതാണ് സെപ്റ്റംബർ മസാക്കർ. ചിലപ്പോ സെപ്റ്റംബർ മസാക്കർ മാത്രം 4 മാർക്കിന് ചോദിക്കാം. അപ്പൊ നിങ്ങൾ ഈ 4 പോയിന്റ് വെച്ചാൽ 4 മാർക്ക് കിട്ടില്ല. നിങ്ങൾ അവിടെ എന്തും കൂടി ഉൾപ്പെടുത്തണം? റെയിൻ ഓഫ് ടെററും കൂടി ഉൾപ്പെടുത്തണം. ഇനി റെയിൻ ഓഫ് ടെറർ 4 മാർക്കിന് വെച്ചാൽ സെപ്റ്റംബർ മസാക്കറും കൂടി ഉൾപ്പെടുത്തണം. ഓക്കെ, മാർക്ക് നോക്കി പരീക്ഷയ്ക്ക് എഴുതണം. അപ്പോ ഉൾപ്പെടുത്തി തന്നെ എഴുതാം, കാരണം ഇത് രണ്ടും റിലേറ്റഡ് ആണ്. ഓക്കെ, പരസ്പരം റിലേറ്റഡ് ആണ് സെപ്റ്റംബർ മസാക്കറും റെയിൻ ഓഫ് ടെററും. റെയിൻ ഓഫ് ടെറർ ഉണ്ടായ ഒരു ഇവന്റ് ആണ് സെപ്റ്റംബർ മസാക്കർ. അപ്പൊ ഒറ്റക്കൊറ്റക്ക് ചോദിക്കുന്നതിനേക്കാൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് എഴുതാൻ തന്നെയായിരിക്കും പരീക്ഷയ്ക്ക് വരാനുള്ള സാധ്യത. അപ്പൊ അത് രണ്ടും നന്നായിട്ട് പഠിച്ചു വെക്കാം. രണ്ടും കൂടിയും എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ. എപ്പോഴും മാർക്ക് നോക്കി തന്നെ എഴുതാം. 2 മാർക്കിനൊക്കെ എനിക്ക് അത് മാത്രം എഴുതിയാൽ മതി. പക്ഷെ 2ൽ കൂടുതൽ മാർക്കിന് വന്നാൽ എന്തായാലും നിങ്ങൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് റിലേറ്റ് ചെയ്ത് എഴുതിക്കൊള്ളണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ സാധ്യതയില്ല. ഓക്കെ, അടുത്താണ് മക്കളെ ഡയറക്ടറി. അങ്ങനെ ഫ്രാൻസിൽ പുതിയ ഭരണഘടന വരുന്നു. 1795 പുതിയ ഭരണഘടന വന്നു. പുതിയ ഭരണഘടന വന്നപ്പോൾ ഫ്രാൻസിനെ ഭരിക്കാൻ 5 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് വെച്ചത്. ആ 5 പേരടങ്ങുന്ന കമ്മിറ്റിയെ ചരിത്രത്തിൽ വിളിച്ച പേരാണ് മക്കളെ ഡയറക്ടറി. 5 പേരടങ്ങുന്ന കമ്മിറ്റിയെ വിളിച്ച പേരാണ് മക്കളെ ഡയറക്ടറി. അങ്ങനെ ഡയറക്ടറിയാണ് പിന്നീട് ഫ്രാൻസിൽ ഭരിക്കാൻ തുടങ്ങിയത്. പക്ഷേ ഈ ഡയറക്ടറിയിലെ 5 അംഗങ്ങളും അഴിമതി കാണിക്കാനും ധനദുർവിനിയോഗം, ദുർഭരണം നടത്താനും തുടങ്ങി. പൈസയൊക്കെ മര്യാദക്ക് ഭരിക്കാൻ നോക്കാതെയായി. അവരും അവരെ പോക്കറ്റ് വീർപ്പിച്ച് അവരുടെ കാര്യങ്ങൾക്ക് മാത്രം ശ്രദ്ധിച്ചത്. അങ്ങനെ അഴിമതിയും ദുർഭരണവും കാരണം ഡയറക്ടറിയും തകരാനും ജനങ്ങൾ ഡയറക്ടറിക്ക് എതിരാവാനും തുടങ്ങി. ഓക്കെ, അപ്പോൾ ജനങ്ങൾ ഡയറക്ടറിക്ക് എതിരാണ്. ഇത്രയും കാര്യങ്ങൾ ഡയറക്ടറി ഉള്ളൂ. 1795 പുതിയ ഭരണഘടന വന്നു. പുതിയ ഭരണഘടനാ പ്രകാരം 5 പേരടങ്ങുന്ന കമ്മിറ്റി ഫ്രാൻസിനെ ഭരിച്ചു. ആ 5 പേരടങ്ങുന്ന കമ്മിറ്റിയെ വിളിച്ച പേരാണ് ഡയറക്ടറി. പക്ഷെ അഴിമതിയും ദുർഭരണവും കാരണം ഡയറക്ടറിയും തകർന്നു. അഴിമതിയും ദുർഭരണവും കാരണം ഡയറക്ടറി കൊളാപ്സ് ചെയ്തു, തകർന്നു പോയി, ഇല്ലാണ്ടായി എന്നുകൂടി പഠിച്ചു വെച്ചേക്കാം, മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് മക്കളെ, കോൺസിക്വൻസ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഫലങ്ങൾ എന്തെല്ലാം, റിസൾട്ട് എന്തെല്ലാം, അത് ചോദിക്കും. ആഫ്റ്റർ എഫക്ട്സ് എന്തെല്ലാം, ആ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 4 മാർക്കിനോ അതിൽ കൂടുതൽ മാർക്കിനോ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഫലങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത്. ഒന്ന് എന്താണ്? കൊളാപ്സ് ഓഫ് ഫ്യൂഡലിസം ഇൻ ഫ്രാൻസ്. എന്താണ്? ഫ്രാൻസിൽ ഫ്യൂഡലിസം ഇല്ലാതെയായി. എന്താണ് ഫ്യൂഡലിസം എന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ. എന്താണ്? കാർഷിക മേഖല ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകൾ അല്ലെ, കാർഷിക മേഖല ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുണ്ടായ ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു ഭരണ വ്യവസ്ഥയാണ് ഈ ഫ്യൂഡലിസം എന്ന് പറയുന്നത്. ഫ്യൂഡലിസത്തിൽ എന്താണ്? അധികാരമായാലും അവകാശമായാലും സ്വാതന്ത്ര്യമായാലും പൈസ ആയാലും എല്ലാം എന്താണ്? കുറച്ചു പേരുടെ കയ്യിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. ബാക്കിയുള്ള മഹാഭൂരിപക്ഷം ആളുകളും എന്താണ്? ദാരിദ്ര്യത്തിലും പട്ടിണിയിലും സ്വാതന്ത്ര്യമില്ലാതെ ചൂഷണത്തിനിരയായി ജീവിക്കുന്ന ആ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ ഫ്യൂഡലിസം എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ എടുത്തപ്പോൾ പഠിച്ചതാണ്. ആ ഫ്യൂഡലിസം തകരാൻ കാരണമായി. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഫ്രാൻസിൽ ഫ്യൂഡലിസം ഇല്ലാതെയായി. ഫ്യൂഡലിസം ഫ്രാൻസിൽ നിന്ന് തുടച്ചു നീക്കിയ വിപ്ലവം ഏത് വിപ്ലവമാണ് മക്കളെ? ഫ്രഞ്ച് വിപ്ലവമാണ്. അതുപോലെ പഴയ ഭരണ സമയത്ത് ലോസ് ഓഫ് ഓൾഡ് റിജൈൻ ഡിസപ്പിയേർഡ്. പഴയ ഭരണ സമയത്തെ നിയമങ്ങളെല്ലാം നിരോധിച്ചു, അല്ലെങ്കിൽ ഇല്ലാണ്ടായി, കാണാണ്ടായി. അതായത് ജനങ്ങൾ ആ നിയമങ്ങളെല്ലാം പാലിക്കാതെ പുതിയ നിയമങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. ഇനി ദി ലാൻഡ് ഓൺഡ് ബൈ ചർച്ച് ബിക്കേം ദി പ്രോപ്പർട്ടി ഓഫ് മിഡിൽ ക്ലാസ്. എന്താ? സാധാരണക്കാർക്ക് പുരോഹിതന്മാരുടെ ഭൂമി കൊടുക്കാൻ തുടങ്ങി. പുരോഹിതന്മാർ കൈയടക്കി ചെയ്യുന്ന ധാരാളം ഭൂപ്രദേശം പിടിച്ചെടുത്തുകൊണ്ട് സാധാരണക്കാരായ തേർഡ് സ്റ്റേറ്റിലെ ജനങ്ങൾക്ക് കൊടുക്കാൻ തുടങ്ങി. അത് മാത്രമല്ല, നോബിൾസിന്റെ കയ്യിലും ധാരാളം ഭൂമി ഉണ്ടായി, പ്രഭുക്കന്മാരുടെ കയ്യിലും ധാരാളം ഭൂമി ഉണ്ടായി. ആ ഭൂമിയും പിടിച്ചെടുത്ത് ആർക്ക് കൊടുക്കാൻ തുടങ്ങി? സാധാരണക്കാരായ ജനങ്ങൾക്ക് കൊടുക്കാൻ തുടങ്ങി. അപ്പൊ പ്രഭുക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും ഭൂമി കണ്ടുകെട്ടിക്കൊണ്ട് പിടിച്ചെടുത്തുകൊണ്ട് സാധാരണക്കാർക്ക് വിതരണം ചെയ്യാൻ തുടങ്ങി. ഓക്കെ,
അടുത്തത് എല്ലാവർക്കും അളവും തൂക്കവും ഏകീകരിച്ചു. അളവ് തൂക്കം വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ഏകീകരിച്ചു. ഫ്രാൻസിലുടനീളം ഒരേപോലെ അളവും തൂക്കവും നടപ്പിലാക്കി. അപ്പൊ അളവിലും തൂക്കത്തിലും ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് ഒരേ യൂണിഫൈഡ് സിസ്റ്റം നടപ്പിലാക്കി. നമുക്കിപ്പോ അറിയാം, നമ്മൾക്ക് എന്താണ് ഒരേപോലത്തെ അളവും തൂക്കവുമാണ് അല്ലെ. കിലോഗ്രാം, ലിറ്റർ, മില്ലി ലിറ്റർ, മീറ്റർ, കിലോമീറ്റർ ഒക്കെ അളവും തൂക്കവും നീളവും ഒക്കെ എന്താണ് ഒരേപോലെയാണ്, യൂണിഫൈഡ് ആണ്. ഇപ്പൊ ആരും വേറെ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇപ്പൊ എല്ലായിടത്തും ഒരേപോലെ പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവും, എടുത്തു തരാനും എടുക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. എല്ലാവർക്കും എന്നാലും 1 കിലോ എന്ന് പറഞ്ഞാൽ 1000 ഗ്രാമാണ്, വ്യത്യാസമൊന്നുമില്ല. അല്ലെങ്കിൽ 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലി ലിറ്റർ ആണ്. എവിടെയും വ്യത്യാസമില്ല, എവിടെയും വ്യത്യാസമില്ല അല്ലെ. അതാണ് പറഞ്ഞ അളവും തൂക്കവും ഏകീകരിച്ചു എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ഓക്കെ. അതുപോലെ മക്കളെ ദേശീയത, ഈ ദേശീയത എന്ന് പറയുന്ന രാജ്യസ്നേഹം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ രാജ്യത്തോടുള്ള വികാരം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തുടങ്ങിയത് ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ്. ഓക്കെ. അതായത് നമുക്കറിയാം, നമുക്ക് ജനങ്ങൾക്കിടയിലുള്ള ജാതി മത വർഗ വ്യത്യാസങ്ങൾക്കുപരിയായി, പ്രദേശത്തിന്റെ വ്യത്യാസങ്ങൾക്കുപരിയായി ഒരു രാജ്യത്തെ ജനങ്ങളുടെ മാനസിക ഐക്യം. ഇപ്പൊ നമുക്കറിയാം, നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. ഇപ്പൊ നമുക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിനോട് ഭയങ്കര വല്ലാത്തൊരു വികാരമുണ്ട്. ആ നമ്മളിവിടെ ജീവിക്കുന്ന ജനങ്ങൾ കറുത്തവരാണോ വെളുത്തവരാണോ നോക്കുന്നില്ല, ഏത് മതത്തിൽപ്പെട്ടവരാണെന്ന് നോക്കുന്നില്ല, ഏത് ജാതിയിൽപ്പെട്ടവരാണെന്ന് നോക്കുന്നില്ല, മലയാളിയാണോ തെലുങ്കനാണോ തമിഴനാണോ ബംഗാളിയാണോ ഗുജറാത്തിയാണോ ആസാമീസ് ആണോ അല്ലെങ്കിൽ ത്രിപുരക്കാരനാണോ മലപ്പുറമല്ല ഈ പറഞ്ഞതുപോലെ മണിപ്പൂരാണോ എന്നൊന്നും നോക്കുന്നില്ല. അപ്പൊ ഇത്തരം പ്രദേശങ്ങൾക്കുപരിയായിക്കൊണ്ട് നമുക്കിടയിൽ എല്ലാവരും നമ്മൾ ഇന്ത്യക്കാരാണെന്നുള്ളൊരു വികാരമുണ്ട്. ആ വികാരത്തിനെയാണ് ദേശീയത എന്ന് വിളിക്കുന്നത്. ആ ദേശീയത എന്ന് പറയുന്ന ഒരു വികാരം ജനങ്ങളിലേക്ക് എത്തിയത് ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ്. അതുപോലെ രാഷ്ട്രം എന്ന ആശയം നിലവിൽ വരാൻ കാരണമായതും ഫ്രഞ്ച് വിപ്ലവമാണ് മക്കളെ. കാരണം അത്രയും നാൾ രാഷ്ട്രം എന്ന ആശയത്തിനത് ആ ഭൂപ്രദേശം മാത്രം, രാഷ്ട്രം എന്ന് പറയുമ്പോൾ അവിടുത്തെ ഭൂപ്രദേശത്തിന് മാത്രമായിരുന്നു പ്രാധാന്യം. എന്നാൽ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം എന്ത് ജനങ്ങൾക്ക് മനസ്സിലായി, രാഷ്ട്രം എന്നാൽ കേവലം ഭൂപ്രദേശം മാത്രമല്ല, ആ ഭൂമി മാത്രം സംരക്ഷിക്കുന്ന എല്ലാ രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തം അവിടെയുള്ള ജനങ്ങളെയും സംരക്ഷിക്കണം. ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് കുറെ മാപ്പിൽ കാണുന്ന സ്ഥലങ്ങൾ ഉണ്ടെന്ന് വെച്ച് ഇതൊരു രാഷ്ട്രമായിട്ട് നിലനിൽക്കും ഇല്ല. ഇവിടെ താമസിക്കുന്ന ജനങ്ങളുമുണ്ട്. അപ്പൊ ഭൂമിയെ സംരക്ഷിക്കുന്ന അതേ ഉത്തരവാദിത്തത്തോടെ ജനങ്ങളെയും സംരക്ഷിക്കണം. ജനങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതും രാജാവിന്റെ ഉത്തരവാദിത്തം, ഭരണകർത്താവിന്റെ ഉത്തരവാദിത്തമാണ്. ഇത് ഫ്രഞ്ച് വിപ്ലവമാണ് ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. അതുപോലെ ജനാധിപത്യ ഭരണ സംവിധാനം നിലവിൽ വന്നു. ഏഷ്യയിലും ആഫ്രിക്കയിലും നടന്ന സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനമായതും ഫ്രഞ്ച് വിപ്ലവമാണ്. ജനാധിപത്യ ഭരണം അല്ലെ, ഡെമോക്രാറ്റിക് ഭരണം, ഒരു ഡെമോക്രസി അല്ലെ, ജനങ്ങളുടെ സർക്കാരിന് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യവസ്ഥ, ആ ജനാധിപത്യ സംവിധാനം ഫ്രാൻസിൽ നിലവിൽ വരികയും അതുപോലെ തന്നെ പിന്നീട് ഏഷ്യയിലെയും ആഫ്രിക്കയിലും ഒക്കെ സ്വാതന്ത്ര്യ സമരത്തിന് ഒരു പ്രചോദനമായതും ഏത് വിപ്ലവമാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും നോക്കി വെക്കണം, എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ്. ഓക്കെ. അടുത്തൊരു മക്കളെ നെപ്പോളിയൻ, നമ്മുടെ ലാസ്റ്റ് ടോപ്പിലേക്ക് എത്തുന്ന നെപ്പോളിയനെ കുറിച്ച് എന്തായാലും പഠിക്കണം. ഫ്രാൻസിലെ ഒരു ഏകാധിപത്യ ഭരണാധികാരിയായിരുന്നു നെപ്പോളിയൻ. പക്ഷേ നെപ്പോളിയൻ ഏകാധിപതികളെ തോൽപ്പിച്ചുകൊണ്ട് ഏകാധിപതിയായ രാജാവാണ് നെപ്പോളിയൻ. പക്ഷെ നെപ്പോളിയൻ ഏകാധിപതി ആണെങ്കിലും ഫ്രാൻസിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തിയാണ് മക്കളെ ആര്? നമ്മുടെ നെപ്പോളിയൻ ബോണപ്പാർട്ട്. എന്തായാലും നോക്കി വെക്കണം. എന്താണ് നെപ്പോളിയൻ? ഹു സീസ്ഡ് പവർ ബൈ ഓവർത്രോയിങ് ഡയറക്ടറെ പരാജയപ്പെടുത്തിക്കൊണ്ട് അധികാരത്തിലേറിയ വ്യക്തിയാണ് മക്കളെ ആര്? നെപ്പോളിയൻ. നെപ്പോളിയൻ എന്ന് പറയുന്ന വ്യക്തി ഫ്രഞ്ച് സൈന്യത്തിലെ ബ്രിഗേഡിയർ ജനറൽ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പൊസിഷനാണ് ബ്രിഗേഡിയർ ജനറൽ. നമുക്കിവിടെ ലെഫ്റ്റനന്റ് ജനറൽ എന്നൊക്കെ പറയുന്നത് പോലെ ഫ്രഞ്ച് സൈന്യത്തിലെ ഒരു പോസ്റ്റ് ആണ് മക്കളെ ഏത്? ബ്രിഗേഡിയർ ജനറൽ. അപ്പൊ ഫ്രഞ്ച് സൈന്യത്തിലെ ബ്രിഗേഡിയർ ജനറൽ ആയിരുന്നു ആര്? നെപ്പോളിയൻ ബോണപ്പാർട്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഭരണം നടത്തിയത് എങ്ങനെയാണ്? 3 കൺസൾസുകളെ ഏൽപ്പിച്ചിട്ടാണ്. ഭരണത്തിന് 3 കൺസൾസ് എന്ന് പറഞ്ഞാൽ മക്കളെ ഉദ്യോഗസ്ഥരാണ്, ഭരണം നടത്താൻ ഏൽപ്പിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. ആ ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചുകൊണ്ടാണ് അവർ ഭരണം നടത്തിയത്. ഓക്കെ. അതിൽ ഒരു കൺസൾ ആരായിരുന്നു? ആദ്യത്തെ കൺസൾ നെപ്പോളിയൻ തന്നെയായിരുന്നു. ഓക്കെ. 3 പേരെ ഏൽപ്പിച്ച് ഭരിക്കാനായിട്ട് അതിൽ ആദ്യത്തെ വ്യക്തി നെപ്പോളിയൻ തന്നെയാണ്. നെപ്പോളിയൻ തന്നെ ഭരിക്കാൻ ഇടപെടും. ഓക്കെ. രാജാവ് എന്ന് പറഞ്ഞ നെപ്പോളിയൻ വെറുതെ ഇരിക്കല്ല ചെയ്തത്, നെപ്പോളിയൻ ഭരണത്തിൽ ഇടപെട്ടു. അപ്പോ 3 കൺസൾസിനെ ഏൽപ്പിച്ച് ഭരിക്കാനായി അതിലൊരു കൺസൾ ആര് തന്നെയായിരുന്നു? നെപ്പോളിയൻ തന്നെയായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, നെപ്പോളിയൻ ഒരു ഏകാധിപതിയായിരുന്നു, സ്വേച്ഛാധിപതിയായിരുന്നു. എന്നിരുന്നാലും നെപ്പോളിയൻ ഫ്രാൻസിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് പഠിക്കണം. റീഫോംസ് ഓഫ് നെപ്പോളിയൻ, നെപ്പോളിയന്റെ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ്, ഭരണ പരിഷ്കാരങ്ങൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾ പഠിക്കണം. ഓരോ റീഫോംസ് തന്നിട്ടുണ്ട്, എന്തൊക്കെ മാറ്റങ്ങളാണ് തന്നിട്ടുണ്ട്. ഇത് ഈ ടേബിൾ ആയിട്ട് തന്നെ പഠിക്കാൻ 4 മാർക്കിന്റെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് മക്കളെ, എന്തായാലും ചോദിക്കും. എന്താണ് ലീഗൽ റിഫോം? നിയമത്തിലുണ്ടായ മാറ്റം എന്താണ്? ബൈ നെപ്പോളിയനിക് കോഡ് ഫ്യൂഡൽ ലോസ് വർ അബോളിഷ്ഡ്, ഇക്വാലിറ്റി ആൻഡ് റിലീജിയസ് ഫ്രീഡം വർ റെക്കഗ്നൈസ്ഡ്. എന്താണ് നെപ്പോളിയനിക് കോഡ്? നെപ്പോളിയന്റെ നിയമസംഹിത അനുസരിച്ച് നെപ്പോളിയൻ നിയമങ്ങളാകുന്ന പുതിയൊരു പുസ്തകം തയ്യാറാക്കി. ആ പുസ്തകത്തെയാണ് നെപ്പോളിയനിക് കോഡ് അഥവാ നെപ്പോളിയന്റെ നിയമസംഹിത എന്ന് പറയുന്നത്. നെപ്പോളിയൻ നിയമങ്ങളെല്ലാം എഴുതി ചേർത്തുകൊണ്ട് പുതിയൊരു നിയമപുസ്തകം തയ്യാറാക്കി. ആ പുസ്തകത്തെയാണ് നെപ്പോളിയനിക് കോഡ് അഥവാ നെപ്പോളിയന്റെ നിയമസംഹിത എന്ന് പറയുന്നത്. ആ നെപ്പോളിയന്റെ നിയമസംഹിത അനുസരിച്ച് ഫ്യൂഡൽ നിയമങ്ങൾ അവസാനിപ്പിച്ചു, ഫ്യൂഡൽ നിയമങ്ങൾ ഇല്ലാതാക്കി, നിരോധിച്ചു കളഞ്ഞു.
അതുപോലെ സമത്വവും മതസ്വാതന്ത്ര്യവും ഉറപ്പു നൽകി. ഇക്വാലിറ്റിയും റിലീജിയസ് ഫ്രീഡം, മതസ്വാതന്ത്ര്യം, സമത്വം മതസ്വാതന്ത്ര്യവും ഉറപ്പു നൽകി. ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടപ്പെട്ട മതത്തെ വിശ്വസിക്കാം, മതത്തെ വിശ്വസിക്കാതിരിക്കണമെങ്കിൽ അങ്ങനെ ഇരിക്കാം. സമത്വം, എല്ലാവർക്കും തുല്യതയും ഉറപ്പാക്കാൻ ആരെ കൊണ്ട് കഴിഞ്ഞു? നെപ്പോളിയനെ കൊണ്ട് കഴിഞ്ഞു. അടുത്താണ് മക്കളെ കോൺകോർഡാറ്റ്. കോൺകോർഡാറ്റ് എന്ന് പറഞ്ഞാൽ നെപ്പോളിയനും അന്നത്തെ പോപ്പ്, അന്നത്തെ മാർപ്പാപ്പയും തമ്മിലുണ്ടാക്കിയ ഒരു എഗ്രിമെന്റ് ആണ് മക്കളെ, ഒരു കരാറാണ് മക്കളെ ഏത്? കോൺകോർഡാറ്റ്. അതുമായി ബന്ധപ്പെട്ട് നെപ്പോളിയൻ എന്ത് ചെയ്തു? കത്തോലിക്ക സഭയ്ക്ക് അവർക്കുണ്ടായിരുന്ന അധികാരങ്ങൾ വീണ്ടും തിരികെ കൊടുത്തു. കത്തോലിക്ക സഭയ്ക്ക് പണ്ടുണ്ടായിരുന്ന അധികാരങ്ങൾ തിരികെ കൊടുത്ത വ്യക്തിയാണ് ആര് മക്കളെ? നെപ്പോളിയൻ. ഏത് എഗ്രിമെന്റ് പ്രകാരം? കോൺകോർഡാറ്റ് പ്രകാരം. ഏത് പ്രകാരം? കോൺകോർഡാറ്റ് പ്രകാരം. ഓക്കെ, കോൺകോർഡാറ്റ് ആര് തമ്മിലാണ് ഒപ്പിട്ടത്? നെപ്പോളിയനും അന്നത്തെ മാർപ്പാപ്പയും തമ്മിലാണ് ഒപ്പിട്ടത്. ഓക്കെ, അപ്പോ കത്തോലിക്ക സഭയ്ക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതങ്ങൾക്ക് മാത്രമല്ല അത്തരം അധികാരം കൊടുത്തത്, മറ്റുള്ള മതവിശ്വാസികൾക്കും എന്ത് ചെയ്തു? ഇതേപോലുള്ള അധികാരങ്ങളും അവകാശങ്ങളും ആര് കൊടുത്തു? നെപ്പോളിയൻ കൊടുത്തു. ഓക്കെ, ക്രിസ്ത്യൻ മതത്തിന് കൊടുത്ത അതേ അവകാശങ്ങളും അധികാരങ്ങളും മറ്റു മതവിശ്വാസികൾക്കും ആര് കൊടുത്തു? നെപ്പോളിയൻ ബോണപ്പാർട്ട് കൊടുത്തു. അടുത്താണ് മക്കളെ വിദ്യാഭ്യാസ പരിഷ്കരണം, എഡ്യൂക്കേഷണൽ റിഫോംസ്. എന്താണ്? യൂണിവേഴ്സലൈസ് ചെയ്യാൻ, വിദ്യാഭ്യാസം സാർവത്രികമാക്കാൻ, എല്ലാവർക്കും ഒരുപോലെയുള്ള വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ, സാർവത്രിക വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ നെപ്പോളിയൻ ശ്രമിച്ചു. അതിനുവേണ്ടി അദ്ദേഹം സർക്കാർ സ്കൂളുകൾ ആരംഭിച്ചു. സർക്കാർ സ്കൂളുകൾ വെച്ചിരുന്ന പേരാണ് മക്കളെ ലൈസ് എന്നുള്ളത്. ലൈസ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഫ്രഞ്ച് സൈന്യത്തിലേക്ക് ഇനി മുതൽ സൈനികരെ എടുക്കുമ്പോൾ അവരെല്ലാം വിദ്യാസമ്പന്നരായിരിക്കണം, വിദ്യാഭ്യാസമുള്ളവരായിരിക്കണം എന്നൊരു നിർബന്ധം നെപ്പോളിയൻ ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് സർക്കാർ സ്കൂളുകൾ നെപ്പോളിയൻ ആരംഭിച്ചത്. അതുപോലെ ഫ്രാൻസിൽ ഒരു യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നു. ആ യൂണിവേഴ്സിറ്റിയാണ് മക്കളെ നാഷണൽ യൂണിവേഴ്സിറ്റി, നാഷണൽ യൂണിവേഴ്സിറ്റി, ദേശീയ വിദ്യാഭ്യാസ യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നു. അതിന്റെ പേരാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ്. യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ആര് കൊണ്ടുവന്നു? നെപ്പോളിയൻ കൊണ്ടുവന്നു. അപ്പോ ഇത്തരം നടപടികളിലൂടെ രാജ്യത്തെ അല്ലെങ്കിൽ രാജ്യമാണ് വിദ്യാഭ്യാസ രംഗത്തെ പൂർണ്ണമായി നിയന്ത്രിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ നെപ്പോളിയന്റെ സമയത്ത് പൂർണ്ണമായി വിദ്യാഭ്യാസ രംഗം നിയന്ത്രിച്ചിരുന്നത് ആരായിരുന്നു? രാഷ്ട്രമായിരുന്നു. നെപ്പോളിയൻ ആയിരുന്നു ഭരണകർത്താവായിരുന്നു, രാജാവ് ആയിരുന്നു. ഇത് മാത്രമാണ് കുറച്ച് വലുതായിട്ടുള്ളത്. പക്ഷെ പഠിക്കണം, 4 സെന്റൻസ് പഠിക്കാനുള്ള 4 സെന്റൻസ് നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. അടുത്തത് എക്കണോമിക് റിഫോം, സാമ്പത്തിക രംഗത്ത് പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ബാങ്ക് ഓഫ് ഫ്രാൻസ് കൊണ്ടുവന്നു. നമുക്കറിയാം നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ സാമ്പത്തിക കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ്? റിസർവ് ബാങ്കാണ്. എല്ലാ ബാങ്കുകളെയും നിയന്ത്രിക്കുന്ന റിസർവ് ബാങ്കാണ്. ഈ രാജ്യത്ത് ഏത് ബാങ്ക് പ്രവർത്തിക്കുന്ന റിസർവ് ബാങ്കിന്റെ നിയമപ്രകാരമാണ്. ഈ രാജ്യത്ത് എന്ത് സാമ്പത്തിക കാര്യങ്ങൾ ഇടപെടുന്ന റിസർവ് ബാങ്കാണ്. സാമ്പത്തിക കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന റിസർവ് ബാങ്കാണ്. നോട്ട് അച്ചടിച്ചിരുന്ന റിസർവ് ബാങ്കാണ്. സർക്കാരിന് വേണ്ട ഉപദേശങ്ങൾ നൽകുന്ന റിസർവ് ബാങ്കാണ്. ഇതൊക്കെ നമുക്കറിയാം. അതേപോലെ ചെയ്യാനായിട്ട് നെപ്പോളിയൻ കൊണ്ടുവന്നത് എന്താണ്? ബാങ്ക് ഓഫ് ഫ്രാൻസ് ആണ്. അവിടെ കൊണ്ടുവന്നത് എന്ത് ബാങ്കാണ് മക്കളെ? ബാങ്ക് ഓഫ് ഫ്രാൻസ് ആണ്. അതുപോലെ സൈന്യത്തിൽ പല ബറ്റാലിയനുകൾ ഉൾപ്പെടുത്തി. നമുക്കറിയാം എയർ വിങ് ഉണ്ട്, നേവി ഫോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് CSF, BSF, CISR എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വിഭാഗങ്ങൾ ആർമിയിലുണ്ട്, പട്ടാളത്തിലുണ്ട്. അപ്പൊ അതേപോലെ പല ബറ്റാലിയനുകളായി പട്ടാളക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നെപ്പോളിയൻ ആർമിയെ പല ഗ്രൂപ്പുകളാക്കി മാറ്റി. അപ്പൊ ഇത് പഠിക്കണം. നെപ്പോളിയന്റെ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് ആണ് ഈ തന്നിരിക്കുന്നത്. ഇതെന്തായാലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അടുത്താണ് മക്കളെ കോണ്ടിനെന്റൽ സിസ്റ്റം. നെപ്പോളിയൻ കൊണ്ടുവന്ന പുതിയൊരു സിസ്റ്റമാണ് കോണ്ടിനെന്റൽ സിസ്റ്റം. നെപ്പോളിയൻ തന്റെ ശത്രു രാജ്യങ്ങളായ ഓസ്ട്രിയയും റഷ്യ അല്ല മക്കളെ, പ്രഷ്യ എന്ന് പറയുന്ന രാജ്യത്തെ നെപ്പോളിയൻ ആക്രമിച്ച് കീഴടക്കി. പക്ഷേ ഇവരെക്കാൾ വലിയ ശത്രു നെപ്പോളിയന്റെ ആരായിരുന്നു? ബ്രിട്ടൻ ആയിരുന്നു. മക്കളെ? ബ്രിട്ടൻ ആയിരുന്നു. ബ്രിട്ടനെ സാമ്പത്തികമായി തകർക്കാനുള്ള എല്ലാ പദ്ധതിയുമായിട്ടാണ് ആര് നടന്നത്? നെപ്പോളിയൻ നടന്നത്. ബ്രിട്ടനെ എങ്ങനെയെങ്കിലും സാമ്പത്തികമായി തകർക്കണം എന്ന ലക്ഷ്യത്തോടെയായിരുന്നു നെപ്പോളിയൻ മുന്നോട്ട് പോയത്. കാരണം യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് നെപ്പോളിയൻ അറിയാമായിരുന്നു. അങ്ങനെ നെപ്പോളിയൻ കണ്ടുപിടിച്ചൊരു സിസ്റ്റമാണ് മക്കളെ കോണ്ടിനെന്റൽ സിസ്റ്റം. നെപ്പോളിയൻ കൊണ്ടുവന്ന സിസ്റ്റമാണ് മക്കളെ ഏത്? കോണ്ടിനെന്റൽ സിസ്റ്റം. ആ കോണ്ടിനെന്റൽ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയൂ. അതായത് ഫ്രാൻസിന്റെ സഖ്യരാജ്യങ്ങൾ, അതായത് ഫ്രാൻസിന്റെ ഒപ്പം നിൽക്കുന്ന ഫ്രണ്ട്ലി നേഷൻസ്, അതുപോലെ ഫ്രാൻസ് കീഴടക്കി വെച്ചിരിക്കുന്ന, യുദ്ധം ചെയ്ത് തോൽപ്പിച്ചിരിക്കുന്ന മറ്റു രാജ്യങ്ങളും ബ്രിട്ടനുമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? കച്ചവടം ചെയ്യാൻ പാടില്ല. കച്ചവടം ചെയ്യുന്നത് ബാൻ ചെയ്തു, നിരോധിച്ചു കളഞ്ഞു. അപ്പോ അങ്ങനെ നിരോധിച്ചുകൊണ്ട് ബ്രിട്ടനെ സാമ്പത്തികമായി തകർക്കാൻ നെപ്പോളിയൻ ശ്രമിച്ചു. പക്ഷെ നെപ്പോളിയന് അതിൽ വിജയിക്കാൻ സാധിച്ചില്ല. നോട്ട് സക്സസ്. ആ പദ്ധതി വിജയിച്ചില്ല. അവസാനം ബ്രിട്ടനുമായി ഒരുപാട് യുദ്ധം ഫ്രാൻസിന് ചെയ്യേണ്ടി വന്നു. ഒടുവിൽ വാട്ടർലൂ യുദ്ധത്തിൽ 1815 വാട്ടർലൂ യുദ്ധത്തിൽ ബാഹുബലിക്ക് തോൽവിയേറ്റതുപോലെ ആര് തോറ്റു? നെപ്പോളിയനും തോറ്റു. വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയൻ 1815 വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയൻ പരാജയപ്പെട്ടു. അപ്പോൾ കോണ്ടിനെന്റൽ സിസ്റ്റത്തിനെ പറ്റി ചോദിക്കും, അത് എഴുതണം. കോണ്ടിനെന്റൽ സിസ്റ്റം ബ്രിട്ടനെ സാമ്പത്തികമായി തകർക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അതിൽ ഫ്രാൻസിന്റെ സഖ്യരാജ്യങ്ങളും ഫ്രാൻസ് കീഴടക്കി വെച്ചിരിക്കുന്ന രാജ്യങ്ങളും
ബ്രിട്ടനുമായി നടത്തുന്ന കച്ചവടത്തിൽ നിരോധിച്ചു കളഞ്ഞു. പക്ഷെ അതിൽ വിജയിക്കാൻ നെപ്പോളിയന് സാധിച്ചില്ല. അതുമായി ബന്ധപ്പെട്ട് ബ്രിട്ടനുമായി യുദ്ധങ്ങൾ ഉണ്ടായി. അങ്ങനെ ഒടുവിൽ 1815 വാട്ടർലോ യുദ്ധത്തിൽ നെപ്പോളിയൻ എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. അത് നിങ്ങൾ പഠിക്കണം. അങ്ങനെ നെപ്പോളിയന്റെ രാജാവ് എന്നുള്ള സ്ഥാനം നഷ്ടമായി. ഇപ്പൊ അതിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് മക്കളെ കോൺഗ്രസ് ഓഫ് വിയന്ന, വിയന്ന സമ്മേളനം. നെപ്പോളിയന്റെ പരാജയ ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ ഓസ്ട്രിയയിലുള്ള വിയന്നയിൽ വന്ന് സമ്മേളിച്ചു. ആ സമ്മേളനത്തിൽ അവർ പ്രധാനപ്പെട്ട ഡിസിഷൻസ് ആണ് കൈക്കൊണ്ടത്. ആ സമ്മേളനത്തിലാണ് മക്കളെ കോൺഗ്രസ് ഓഫ് വിയന്ന എന്ന് പറഞ്ഞത്. വേറെ ഒന്നുമില്ല, നെപ്പോളിയൻ പരാജയപ്പെട്ടപ്പോ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം വിയന്നയിൽ വന്ന് സമ്മേളനം കൂടി. ഏത് വർഷം? 1815. ആ സമ്മേളനത്തെ വിളിച്ച പേരാണ് എന്ത്? കോൺഗ്രസ് ഓഫ് വിയന്ന അഥവാ വിയന്ന കോൺഗ്രസ് സമ്മേളനം അല്ലെങ്കിൽ വിയന്ന സമ്മേളനം എന്ന് അറിയപ്പെടുന്നു. ഇതിന് നേതൃത്വം കൊടുത്തത് ആരാ? മെറ്റേണിച്ച് ആണ്. ആരാണ് നേതൃത്വം കൊടുത്തത്? മെറ്റേണിച്ച്. ഓസ്ട്രിയൻ ചാൻസലറായ മെറ്റേണിച്ച് എന്ന് പറയുന്ന വ്യക്തിയാണ് അതിന് നേതൃത്വം കൊടുത്തത്. അന്ന് അവർ പല തീരുമാനങ്ങൾ എടുത്തു. തീരുമാനങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. എന്താണ്? റീസ്റ്റോർ ദി മൊണാർക്കീസ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദി കൺട്രി ഓഫ് യൂറോപ്പ് ഇൻക്ലൂഡിംഗ് ഫ്രാൻസ് ബിഫോർ ദി റെവല്യൂഷൻ. ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് രാജഭരണം ഉണ്ടായത്? ആ രാജഭരണം തിരികെ കൊണ്ടുവരണം. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പ് ഉണ്ടായിരുന്ന രാജഭരണം തിരികെ കൊണ്ടുവരണം എന്ന് അവർ തീരുമാനിച്ചു. രണ്ടാമത്തത്, ഫ്രാൻസിൽ ബൂർബൻ രാജവംശത്തിന്റെ ഭരണം പുനഃസ്ഥാപിക്കണം. ഫ്രാൻസിൽ ലൂയി 16 ബൂർബൻ രാജാവായിരുന്നു. ആ രാജഭരണം തിരികെ കൊണ്ടുവരണം എന്ന് ആര് തീരുമാനിച്ചു? വിയന്ന കോൺഗ്രസ് സമ്മേളനത്തിലെ തീരുമാനങ്ങൾ അവർ പ്രഖ്യാപിച്ചു. അതുപോലെ ബ്രിട്ടന്റെ നാവിക മേധാവിത്വം, നേവൽ സൂപ്പർമെസി. നമുക്കറിയാം ബ്രിട്ടീഷുകാർക്ക് വലിയ നാവികപ്പട പണ്ടുണ്ടായിരുന്നു. ആ നാവികപ്പടയുടെ അധികാരം അല്ലെങ്കിൽ മേധാവിത്വം, മേൽക്കോയ്മ മറ്റുള്ള രാജ്യങ്ങൾ അംഗീകരിക്കണം. അതുപോലെ കിഴക്കൻ യൂറോപ്പില് റഷ്യൻ ആധിപത്യവും മറ്റുള്ള രാജ്യങ്ങൾ അംഗീകരിക്കണം. ഈസ്റ്റേൺ യൂറോപ്പ്, കിഴക്കൻ യൂറോപ്പിൽ റഷ്യക്കുണ്ടായിരുന്ന ആധിപത്യവും മറ്റുള്ള രാജ്യങ്ങൾ അംഗീകരിച്ചോളം അതിനെ ചോദ്യം ചെയ്യാനോ അവരെ ആക്രമിക്കാനോ നിൽക്കാൻ പാടില്ല. അവസാനം ഓസ്ട്രിയക്ക് മധ്യ യൂറോപ്പിലുള്ള ആധിപത്യം, സെൻട്രൽ യൂറോപ്പിലുള്ള ആധിപത്യവും മറ്റുള്ള രാജ്യങ്ങൾ അംഗീകരിക്കണം. അതിനെയും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ളത് ആ സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട തീരുമാനമായിരുന്നു. ഇത്രയുമാണ് ഈ പാഠത്തിലുള്ളത്. നമുക്ക് കാണുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആയിട്ട് തോന്നും. പക്ഷെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതും കൃത്യമായിട്ട് പഠിക്കണം. ഏതെങ്കിലും ടോപ്പിക്ക് മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് കാണാം, നന്നായിട്ട് മനസ്സിലാക്കാം. ഇതിന്റെ നോട്ട് ഇന്ന് തന്നെ എവിടെ ഇട്ടേക്കാം? ടെലഗ്രാം ചാനലിൽ ഇട്ടേക്കാം. അപ്പൊ നോട്ട് വേണ്ടവർ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ടെലഗ്രാം ചാനലിന്റെ ലിങ്കും നമ്മൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ ഇടാം. നിരന്തരമായിട്ട് ഇപ്പൊ ഓരോ ചാപ്റ്ററിന്റെ വീഡിയോസും കഴിയുമ്പോൾ അതിന്റെ അടിയിൽ ടെലഗ്രാം ചാനലിൽ ലിങ്ക് ഇടുന്നുണ്ട്. അപ്പൊ അത് കാണാത്തവരും കേറാത്തവരും എന്ത് ചെയ്യുക? നോട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ ഈ ലിങ്കിൽ ജോയിൻ ചെയ്യുക, ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. കൃത്യമായിട്ട് ടെലഗ്രാം ചാനലിൽ എന്ത് ചെയ്യും? ഓരോ വീഡിയോ വരുമ്പോൾ അതിന്റെ അടിയിൽ അതിന്റെ നോട്ടും വരുന്നതാണ്. അപ്പൊ ആ നോട്ടൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് പ്രിന്റ് എടുക്കേണ്ടവർ പ്രിന്റ് എടുക്കുക, അല്ലെങ്കിൽ ഫോണിൽ തന്നെ ഉള്ളവർ ഫോണിൽ തന്നെ വെച്ചിട്ടായാലും പഠിക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ അടയാളപ്പെടുത്തേണ്ടവർ ടെക്സ്റ്റ് ബുക്കിൽ അടയാളപ്പെടുത്തിയിട്ടായാലും പഠിക്കുക. ഓക്കെ, എങ്ങനെയാലും നന്നായിട്ട് പഠിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ഓക്കെ, ബൈ.